ഹലോ ഡിയർ സ്റ്റുഡൻസ്, അപ്പോൾ നമ്മൾ ഫിസിക്സിൻ്റെ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്കാണ് പോകുന്നത്. അപ്പോൾ എക്സാമൊക്കെ നന്നായിട്ട് എഴുതിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ക്വസ്റ്റ്യനിലൊക്കെ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചെങ്കിൽ അപ്പോൾ ആ തെറ്റുകൾ നോക്കി മനസ്സിലാക്കുക. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ ബേസിക്കലിയുള്ള പ്രിൻസിപ്പിൾസ് നമ്മൾ പറയും, അത് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യന്, ഹോളോ കണ്ടക്ടിങ് സ്പിയർ ഈസ് പ്ലേസ്ഡ് ഇൻ ആൻ ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ബൈ പോയിന്റ് ചാർജ് placed at a P as shown in figure. Let VA, VB, VC be the potentials at the points A, B and C respectively. Then അപ്പോൾ നമുക്കറിയാം, ഒരു കണ്ടക്ടർ നമ്മൾ പ്ലേസ് ചെയ്തു. അപ്പോൾ ആ കണ്ടക്ടറിൻ്റെ ഔട്ട്സൈഡുള്ള P എന്ന് പറഞ്ഞ പോയിന്റിൽ വേറൊരു ചാർജ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കവിടെ ഒരു പോസിറ്റീവ് ചാർജ് പ്ലേസ് ചെയ്താൽ ഈ കണ്ടക്ടറിൽ ഒരു ഇൻഡ്യൂസ്ഡ് ചാർജ് സെപ്പറേഷൻ ഉണ്ടാവും. അപ്പോൾ ഇത് പ്ലസ് ചാർജ് ആണെങ്കിൽ ഇതിൻ്റെ റൈറ്റ് സൈഡിലേക്ക് നെഗറ്റീവ് ചാർജസ് വരും, റൈറ്റ് സൈഡിലേക്ക് പോസിറ്റീവ് ചാർജ് അക്യുമുലേഷൻ ഉണ്ടാവും. അപ്പോൾ അത് നോൺ യൂണിഫോം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. അപ്പോൾ ആ നോൺ യൂണിഫോം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ടോട്ടലി എടുത്താൽ 0 ആണ്. അത് എന്താണെങ്കിലും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിങ്ങിൻ്റെ പ്രിൻസിപ്പിൾ അനുസരിച്ച് ഔട്ട്സൈഡിലെ ചാർജ് ഫീൽഡ് എത്രയാണെങ്കിലും ഈ ഹോളോ സ്പേസിൽ അല്ലെങ്കിൽ ക്യാവിറ്റി എൻക്ലോസ്ഡ് ബൈ ദ കണ്ടക്ടറിൽ ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്. അപ്പോൾ ഈ കണ്ടക്ടറിൻ്റെ ഇൻസൈഡിലെ എല്ലാ സ്ഥലത്തും ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്. അപ്പോൾ അതേപോലെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, കണ്ടക്ടറിൻ്റെ സർഫസിലെ എല്ലാ പോയിന്റിലും ഇക്വിലിബ്രിയത്തിൽ പൊട്ടൻഷ്യൽ സെയിം ആയിരിക്കും. ഹിയർ എ ബി ആൻഡ് സി ആർ ദി പോയിന്റ്സ് അറ്റ് ദി സർഫസ് ഓഫ് ദി കണ്ടക്ടർ. അപ്പോൾ അവിടെ എല്ലാ പോയിന്റിലും പൊട്ടൻഷ്യൽ സെയിം ആണ്. അപ്പോൾ വി എ, വി ബി, വി സി എല്ലാം ഈക്വൽ ആണ്. അപ്പോൾ വി എ ഈസ് ഈക്വൽ ടു വി സി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ പ്രിൻസിപ്പിൾ എന്തുവാ? ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിങ്ങിൻ്റെ പ്രിൻസിപ്പിളോട് ഓർത്തിരുന്നോണം. ഒരു ക്യാവിറ്റി എൻക്ലോസ്ഡ് ബൈ എ കണ്ടക്ടറിൽ ആ ക്യാവിറ്റിക്ക് ഇൻസൈഡിൽ ചാർജ് ഇല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ഇൻസൈഡ് ദി ഹോളോ റീജിയൻ 0 ആയിരിക്കും. അപ്പോൾ അതിനെയാണ് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ് എന്ന് പറയുന്നത്. അതുപോലെ ഇക്വിലിബ്രിയത്തിൽ ആലോചിക്കേണ്ട ആവശ്യമില്ല. ഒരു കണ്ടക്ടറിൻ്റെ സർഫസിലെ എല്ലാ പോയിന്റിലും ഇലക്ട്രിക് ഫീൽഡ് നോർമൽ ടു ദി സർഫസ് ആയിരിക്കും. പൊട്ടൻഷ്യൽ സർഫസിലെ എല്ലാ പോയിന്റിലും സെയിം ആയിരിക്കും. അത് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആയിരിക്കും. അപ്പോൾ അതാണ് പ്രത്യേകത. മനസ്സിലായല്ലോ? അപ്പോൾ അടുത്ത രണ്ടാമത്തെ ചോദ്യം, എ ബാർ മാഗ്നറ്റ് ഓഫ് ലെങ്ത് 3 cm ഹാസ് പോയിന്റ്സ് എ ബി along its axis at a distance 24 cm and 48 cm on the opposite side. Ratio of magnetic fields at these 2 points is. അപ്പോൾ നമുക്ക് മാഗ്നറ്റിൻ്റെ ലെങ്ത് 3 cm. അപ്പോൾ അതൊരു ഷോർട്ട് ഡൈപോളായിട്ട് കൺസിഡർ ചെയ്യാം. ഷോർട്ട് ഡൈപോളായിട്ട് കൺസിഡർ ചെയ്താൽ നമുക്കറിയാം, ആക്സിസിലെ പോയിന്റുകളാണ് എയും ബിയും. ആക്സിസിലെ ഫീൽഡിൻ്റെ ഇക്വേഷൻ μ0/4π × 2m/r³ എന്നാണ്. അപ്പോൾ ബി പ്രപ്പോർഷണൽ ടു 1/r³ ആണ്. അപ്പോൾ ബി എ ഡിവൈഡഡ് ബൈ ബി ബി ഇസ് ഈക്വൽ ടു ആർ ബി ഡിവൈഡഡ് ബൈ ആർ എ ഹോൾ ക്യൂബ് വരും. ആർ ബി എത്രയാണ്? 48 ആണ്. ആർ എ 24 ആണ്. ആർ ബി ബൈ ആർ എ 48/24 2 വരും. 2³ 8 വരും. അപ്പോൾ റേഷ്യോ എടുത്താൽ എത്ര വരും? 8 ആണ് വരുന്നത്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ബി എ ബൈ ബി ബി റേഷ്യോ എടുത്താൽ 8 കിട്ടും. അപ്പോൾ അതാണ് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അടുത്ത മൂന്നാമത്തെ ചോദ്യം, ദി ഡയോഡ് യൂസ്ഡ് ഇൻ ദി സർക്യൂട്ട് ഷോൺ ഇൻ ഫിഗർ has a constant voltage drop of 0.5 volt. അപ്പോൾ ഡയോഡിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് 0.5 വോൾട്ട് ഉണ്ട്. at all currents and a maximum power rating of 100 milliwatt, what should be the value resistance are connected in series with the diode for obtaining maximum current. അപ്പോൾ നോക്കിയാൽ ഡയോഡിൽ കൺസ്യൂം ചെയ്യാൻ പറ്റുന്ന മാക്സിമം പവർ തന്നിട്ടുണ്ട് 100 milliwatt. അപ്പോൾ പവറിൻ്റെ മാക്സിമം വാല്യൂവിൽ നിന്ന് നമുക്കറിയാം ഇവിടെ വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആണ്. വി ഇൻറ്റു ഐ മാക്സിമം എന്ന് എഴുതാലോ. മാക്സിമം പവർ കൺസ്യൂംഡ് അല്ലെങ്കിൽ പവർ അക്രോസ് ഡയോഡ് എന്ന് പറയുന്നത് പി മാക്സ് ഇസ് ഈക്വൽ ടു വി ഇൻറ്റു ഐ മാക്സ് ആണ്. അപ്പോൾ അതിനകത്ത് മാക്സിമം കറണ്ട് കണ്ടുപിടിക്കാം. മാക്സിമം പവർ 100 milliwatt ആണ്. വോൾട്ടേജ് 0.5 ആണ്. ഇൻറ്റു ഐ മാക്സിമം. ഐ മാക്സിമം ഇസ് ഈക്വൽ ടു 100/0.5 200 millivolt വരും. ശരിയല്ലേ? അപ്പോൾ ഐ മാക്സിമം ഈസ് ഈക്വൽ ടു 200 milliampere. വോൾട്ട് അല്ല, മില്ലി ആംപിയർ, സോറി. അല്ലെങ്കിൽ 0.2 ആംപിയർ വരും. അപ്പോൾ അതാണ് മാക്സിമം കറണ്ട് അലൗഡ് ബൈ ദി സർക്യൂട്ട്. അപ്പോൾ ആ മാക്സിമം കറണ്ട് കണ്ടുപിടിക്കാനാണ് ചോദ്യം. അപ്പോൾ നോക്കി, ഇവിടെ 1.5 വോൾട്ട് കൊടുത്തു, ഇവിടെ 0.5 വോൾട്ട് ഡ്രോപ്പ് ചെയ്തു. അപ്പോൾ റെസിസ്റ്റൻസിന് അക്രോസ് ആയിട്ട് കിട്ടുന്ന വോൾട്ടേജ് 1 വോൾട്ട് അല്ലേ? അപ്പോൾ കറണ്ട് മാക്സിമം കിട്ടി. അപ്പം ആ കറണ്ട് മാക്സിമം സമയത്ത് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം. അപ്പോൾ റെസിസ്റ്റൻസ് 6 കാണാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ കറണ്ട് എടുത്താൽ മതി.
കറണ്ടിൻ്റെ മാക്സിമം വാല്യൂ കൊടുക്കണം. കാരണം മാക്സിമം കറണ്ട് വരുന്ന സമയത്ത് ആ റെസിസ്റ്റൻസ് എത്ര യൂസ് ചെയ്യണമെന്നാണ് ചോദ്യം. അപ്പോൾ വിയുടെ വാല്യൂ നമുക്ക് എത്രയാണ്? 1 വോൾട്ടാണ്. ഐ മാക്സിമം 0.2 ആണ്. അപ്പോൾ 1/0.2 5 ഓം വരും. അപ്പോൾ ആൻസർ ഓപ്ഷൻ 2 5 ഓം ആണ് റെസിസ്റ്റൻസ് റിക്വയർഡ് വരുന്നത്. അപ്പോൾ അടുത്ത നാലാമത്തെ ചോദ്യം, in a transformer the number of turns in primary and secondary are 500 and 2000 respectively. Current in primary is 48 ampere, then current in secondary is. But direct question on current in secondary is equal to number of turns in primary by number of turns in secondary into current in primary. General equation. അപ്പോൾ എൻ പി എന്ന് പറയുന്നത് 500 ആണ്, ഡിവൈഡഡ് ബൈ 2000 ആണ് എൻ എസ്, ഇൻറ്റു ഐ പി നമുക്ക് തന്നിരിക്കുന്ന 48 ആംപിയർ ആണ്. അപ്പോൾ ദാറ്റ് ഈസ് ഇക്വൽ ടു 5/20 നമുക്കറിയാം 1/4 വരും, 48/4 വരും, ഇപ്പോൾ 12 ആംപിയർ വരും. അപ്പോൾ ആൻസർ ഓപ്ഷൻ 1 ആണ് വരുന്നത്, 12 ആംപിയർ. മനസ്സിലായല്ലോ? അപ്പോൾ അടുത്ത അഞ്ചാമത്തെ ചോദ്യം, കോമ്പിനേഷൻ ഓഫ് ഗേറ്റ്സ് ഷോൺ ബിലോ റെപ്രസെൻസ്. അപ്പോൾ നമ്മളതിൻ്റെ ഇക്വേഷൻ എഴുതിയാൽ ഇവിടെ നമ്മളൊരു എ എന്ന് പറഞ്ഞ ഇൻപുട്ട്, ഇവിടെ ഒരു ബി എന്ന് പറഞ്ഞ ഇൻപുട്ട്. അപ്പോൾ അതൊരു നാൻ ഗേറ്റിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എ ബാർ വരും, ഇവിടെ എ ബാർ വരും. അപ്പോൾ അതിനുശേഷം നോക്കി ഇവിടെ ഒരു ഓർ ഗേറ്റ് നോട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ നോർ ഗേറ്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ എ ബാർ ഓർ ബി ബാർ, ഇവിടെ ബി ബാർ ആണ് കേട്ടോ, ബി ബാർ ഓർ വരും, നോട്ട് വരും, എ ബാർ ഓർ ബി ബാർ നോട്ട് വരും. അപ്പോൾ നമുക്കറിയാം ദാറ്റ് ഈസ് ഇക്വൽ ടു എ ആൻഡ് ബി വരും. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എ ആൻഡ് ബി ആണ്. അതവിടെ കണക്ട് ചെയ്തിരിക്കുന്ന ഒരു നോട്ട് ഗേറ്റിലാണ്. അപ്പോൾ നോട്ട് ഗേറ്റിലോട്ട് കൊടുത്താൽ എന്ത് വരും? ആൻഡ് ഗേറ്റിനെ നോട്ട് ചെയ്തപ്പോൾ നാൻഡ് ഗേറ്റ് വരും. അപ്പോൾ ആൻസർ ഓപ്ഷൻ 4 വരും. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ അതിൻ്റെ ഇക്വേഷൻ നോക്കിയാൽ ആൻസർ മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ അടുത്തത് ആറാമത്തെ ചോദ്യം, ദി മെഷർമെൻറ്റ് ഓഫ് വോൾട്ട്മീറ്റർ ഇൻ ദി ഫോളോവിങ് സർക്യൂട്ട് ഈസ്, വോൾട്ട്മീറ്റർ ഈസ് ഐഡിയൽ. അപ്പോൾ ഇത് വളരെ സിമ്പിളാണ്, പക്ഷേ നമുക്ക് തെറ്റാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ റെസിസ്റ്റൻസിൻ്റെ എഫക്റ്റീവ് വാല്യൂ ഉള്ള ഒരു റെസിസ്റ്റൻസ് നമ്മളവിടെ വേണമെങ്കിൽ റിപ്ലേസ് ചെയ്യും. അപ്പോൾ അത് 6 എന്ന് വിചാരിച്ചു. ഇവിടെ വോൾട്ട് മീറ്റർ കണക്ട് ചെയ്ത്, ഇപ്പോൾ ഇതാണ് സർക്യൂട്ട്. ഇപ്പോൾ ഈ 2 റെസിസ്റ്റൻസുകൾ പാരലലാണ്. അവരുടെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് 6 നമ്മൾ കൺസിഡർ ചെയ്താൽ ആ 2 പേരെ മാറ്റിയിട്ട് ഒരു സിംഗിൾ റെസിസ്റ്റൻസ് ഓഫ് 6 വെച്ച് റീപ്ലേസ് ചെയ്യാമല്ലോ. അപ്പോൾ സർക്യൂട്ട് ഇങ്ങനെ വരും. നമുക്കറിയാം ഐഡിയൽ വോൾട്ട് മീറ്റർ ആകുമ്പോൾ റെസിസ്റ്റൻസ് എത്രയാണ്? ഇൻഫിനിറ്റിയാണ്. അപ്പോൾ ഐഡിയൽ വോൾട്ട് മീറ്ററിൻ്റെ റെസിസ്റ്റൻസ് ഇൻഫിനിറ്റി. അപ്പോൾ കറണ്ട് ത്രൂ ദി സർക്യൂട്ട് എത്രയാണ്? 0 ആണ്. കറണ്ട് 0 ആണെങ്കിൽ നമുക്കറിയാം പൊട്ടൻഷ്യൽ ഡ്രോപ്പ് അക്രോസ് റെസിസ്റ്റൻസ് 0 അപ്പോൾ ഇവിടെ അപ്ലൈഡ് വോൾട്ടേജ് അല്ലെങ്കിൽ ബാറ്ററിയുടെ ഇ എം എഫ് ഏതാണോ അത് തന്നെയായിരിക്കും വോൾട്ട് മീറ്ററിൽ കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ കറണ്ട് 0 ആണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ കറണ്ട് 0 ആണെങ്കിൽ റെസിസ്റ്റൻസിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡ്രോപ്പ് 0 ആണ്. അപ്പോൾ ഈ അപ്ലൈഡ് വോൾട്ടേജ് ഒരു ഇ എം എഫ് കംപ്ലീറ്റ്ലി ഡ്രോപ്പ്ഡ് അക്രോസ് ദി വോൾട്ട് മീറ്റർ വരും. ആൻസർ ഏതാ? 6 വോൾട്ട് തന്നെയാണ് അവിടെ മെഷർ ചെയ്യുന്നത്. അപ്പോൾ ആൻസർ ഓപ്ഷൻ 4 ആണ് വരുന്നത്, 6 വോൾട്ട്. അപ്പോൾ അടുത്തത് ഏഴാമത്തെ ചോദ്യം, എ കോൺകേവ് മിറർ ആൻഡ് എ കൺവേർജിംഗ് ലെൻസ് ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.5 have a focal length 3 cm when in air. When they are placed in water, their new focal lengths are. നമുക്കറിയാം മിററിൻ്റെ ഫോക്കൽ ലെങ്ത് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി സറൗണ്ടിങ് മീഡിയം അല്ലേ? അപ്പോൾ മിററിൻ്റെ ഫോക്കൽ ലെങ്ത് എയർ ആണെങ്കിലും വാക്യൂം ആണെങ്കിലും ലിക്വിഡ് ആണെങ്കിലും എല്ലായിടത്തും സെയിം ആണ്. അപ്പോൾ അത് 3 cm തന്നെ വരും. അപ്പോൾ എഫ് മിറർ 3 cm ആണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ 2ഉം 4ഉം തെറ്റാണ്. ഇവിടെ എഫ് മിറർ 3 cm ഉണ്ട്. ഇത് നമുക്കറിയാം ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് മാറും, ശരിയല്ലേ? അപ്പോൾ ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് 3 cm വരാൻ സാധ്യതയില്ല. അപ്പോൾ എഫ് മിറർ 3 cm ആണ്, ഫോക്കൽ ലെങ്ത് ഓഫ് ദി മിറർ മാറും, ലെൻസ് മാറും. അപ്പോൾ ആൻസർ വരാൻ സാധ്യത ഏതാ? ഓപ്ഷൻ 1. അപ്പോൾ ഇത് ചെയ്യാതെ തന്നെ ആൻസർ ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ നമുക്ക് വേണമെങ്കിൽ എഫ് ലെൻസ് കണ്ടുപിടിക്കാം. എഫ് ലെൻസ് ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു n2 മൈനസ് n1 ഇൻറ്റു n1 ബൈ n2 മൈനസ് n1. അതാണ് ജനറൽ ഇക്വേഷൻ. എഫ് ഫോക്കൽ ലെങ്ത് ഇൻ എയർ, n1 refractive index of the surrounding medium where lens is placed, n2 refractive index of material of the lens ആണ്. എഫ് നമുക്ക് തന്നിട്ടുണ്ട് 3 ആണ്. n2 മൈനസ് 1.5 മൈനസ് 0.5 വരും. n1 നമുക്ക് 4/3 എന്ന് തന്നിട്ടുണ്ട്. ഡിവൈഡഡ് ബൈ n2 മൈനസ് n1 3/2 മൈനസ് 4/3 എന്ന് എഴുതാം. അപ്പോൾ n2 3/2 ആണ്, n1 4/3 ആണ്. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 3 ഇവിടെ നിന്ന് ക്യാൻസലായിപ്പോയി. 0.5 ഇൻറ്റു 4 നമുക്ക് 2 വരും. ഡിവൈഡഡ് ബൈ 3/2 മൈനസ് 4/3 എത്രയാണ്? 9 മൈനസ് 8 1/6 വരും. അപ്പോൾ ഇൻറ്റു 6 വരും. അപ്പോൾ 6 ഇൻറ്റു 2 12 cm. ആൻസർ ഓപ്ഷൻ 1 തന്നെയാണ് വരുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ അടുത്ത എട്ടാമത്തെ ചോദ്യം, പിന്നെ സീരീസ് LCR സർക്യൂട്ട് ഹാസ് റെസിസ്റ്റൻസ് ഓഫ് 11 ohm, ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ഓഫ് 25 ohm ആൻഡ് എ കപ്പാസിറ്റീവ് റിയാക്ടൻസ് ഓഫ് 18 ohm.
It is connected to an AC source of 260 volt and 50 hertz. The current through the circuit is. അപ്പോൾ നമുക്കൊരു സീരീസ് LCR സർക്യൂട്ടാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ കൂടെയുള്ള കറണ്ട് കണ്ടുപിടിക്കണം. അപ്പോൾ അവിടെ ഒരു ഓൾട്ടർനേറ്റീവ് വോൾട്ടേജ് സോഴ്സ് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ആദ്യം എന്ത് കണ്ടുപിടിക്കണം? ഇംപെഡൻസ് കണ്ടുപിടിക്കണം. ഇംപെഡൻസിൻ്റെ ഇക്വേഷൻ അറിയാമല്ലോ, √R² പ്ലസ് XL മൈനസ് XC ഹോൾ സ്ക്വയർ. അപ്പോൾ അതാണ് ഇംപെഡൻസ് കാണാനുള്ള ഇക്വേഷൻ. R നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ്? റെസിസ്റ്റൻസ് 11 ആണ്. അപ്പോൾ 11² പ്ലസ് XL XC ഉണ്ട്. ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് 25, കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് 8 ആണ്. അപ്പോൾ √11² പ്ലസ് 25 മൈനസ് 18² വരും. 11² പ്ലസ് 25 മൈനസ് 18 അത് നമുക്കറിയാം 7 വരും. അപ്പോൾ √11² പ്ലസ് 7². അപ്പോൾ അതിനകത്ത് ഇംപെഡൻസ് കണ്ടുപിടിക്കാം. അപ്പോൾ ആ ഇംപെഡൻസ് കാൽക്കുലേറ്റ് ചെയ്താൽ കറണ്ട് കാണാൻ I = V/Z എടുത്താൽ മതി. മനസ്സിലായല്ലോ? അപ്പോൾ ഇംപെഡൻസിൻ്റെ വാല്യൂ നമുക്ക് 13 ഓം എന്ന് കിട്ടും. അപ്പോൾ കറണ്ട് I = V/Z ആണ്. V നമുക്ക് 260 വോൾട്ട്. നമുക്കറിയാം വെറുതെ വോൾട്ടേജ് തന്നാൽ RMS വോൾട്ടേജ് ആണ്. കറണ്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞാലും ഇറ്റ് ഈസ് ദി RMS വാല്യൂ ഓഫ് കറണ്ട്. ദർഫോർ IRMS = VRMS/Z. VRMS is given as 260 divided by Z is 13. അപ്പോൾ 260/13 ആണ് വരുന്നത്. അപ്പോൾ ആൻസർ നമുക്ക് 26/13 നമുക്കറിയാം 2 ആണ്. അപ്പോൾ 20 വരും അല്ലേ? അപ്പോൾ ആൻസർ ഓപ്ഷൻ 4 ആണ് വരുന്നത്, 20. അപ്പോൾ നമുക്ക് അടുത്തത് 9ാമത്തെ ചോദ്യം. എ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് ഹാസ് ഐപീസ് ഓഫ് ഫോക്കൽ ലെങ്ത് 10 and an objective of focal length 4 cm. Calculate the magnification if an object is kept at a distance of 5 cm from the objective so that final image is formed at a least distance of distinct division. അത് 20 cm ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ നോർമലി ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റൻറ്റ് ഡിവിഷൻ നമ്മൾ 25 cm ആണ്. അപ്പോൾ 20 cm ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ അതെടുത്ത് അങ്ങ് ചെയ്തോണം. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മൾ മാഗ്നിഫിക്കേഷൻ വെറുതെ കാണാൻ പറഞ്ഞാൽ നമുക്കറിയാം ആംഗുലർ മാഗ്നിഫിക്കേഷൻ ആണ്. ആംഗുലർ മാഗ്നിഫിക്കേഷൻ്റെ ഇക്വേഷൻ MO × ME എന്ന് എടുക്കാം. MO എന്ന് പറയുന്നത് ലീനിയർ മാഗ്നിഫിക്കേഷൻ ഓഫ് ദി ഒബ്ജക്റ്റീവും ME എന്ന് പറയുന്നത് ആംഗുലർ മാഗ്നിഫിക്കേഷൻ ഓഫ് ഐ പീസുമാണ്. അപ്പോൾ നമ്മൾ ടോട്ടൽ മാഗ്നിഫിക്കേഷൻ കാണുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ലീനിയർ മാഗ്നിഫിക്കേഷൻ ഓഫ് ഒബ്ജക്റ്റീവ് ഇൻറ്റു ആംഗുലർ മാഗ്നിഫിക്കേഷൻ ഓഫ് ഐ പീസ് എടുത്താൽ ടോട്ടൽ മാഗ്നിഫിക്കേഷൻ കിട്ടും. ഇവിടെ നോക്കാം, നമുക്ക് തന്നിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് നോക്കിയാൽ ഫോക്കൽ ലെങ്ത് ഓഫ് ദി ഒബ്ജക്റ്റീവ് ഐ പീസ് ഉണ്ട്, ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ MO കാണാൻ വേണ്ടിയിട്ട് നമുക്ക് എളുപ്പം FO/FO + UO. ഒരു ലെൻസിൻ്റെ ലീനിയർ മാഗ്നിഫിക്കേഷൻ്റെ ഇക്വേഷൻ F/F + U അറിയാം, അതാണ് യൂസ് ചെയ്തത്. ഇനി അടുത്ത ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റൻറ്റ് ഡിവിഷനിലാണ് ഇമേജ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഐ പീസിൻ്റെ ആംഗുലർ മാഗ്നിഫിക്കേഷൻ 1 + D/FE നമുക്കറിയാം. എഫോയുടെ വാല്യൂ എത്രയാണ്? ഒബ്ജക്റ്റീവിൻ്റെ ഫോക്കൽ ലെങ്ത് 4 ആണ്. കോൺവെക്സ് ലെൻസ് ആണ് നമുക്കറിയാം. അപ്പോൾ പോസിറ്റീവ് ഫോക്കൽ ലെങ്ത് ആണ്. ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് നെഗറ്റീവ്, അപ്പോൾ -5 വരും. ഇൻറ്റു 1 + D20 ആണ്. FE നമുക്ക് 10 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ദാറ്റ് ഈസ് ഇക്വൽ ടു 4 - 5 -1 ആണ്. അപ്പോൾ -4 ഇൻറ്റു ഇവിടെ 2/1 10 1 2 വരും. 2 + 1 3 വരും. അപ്പോൾ -12 വരും. അപ്പോൾ മൈനസ് സൂചിപ്പിക്കാൻ നമുക്കറിയാം ഫൈനൽ ഇമേജ് ഇൻവേർട്ടഡ് കമ്പയർഡ് ടു ദി ഒബ്ജക്റ്റ് എന്നുള്ളതാണ്. നമ്മൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എടുത്താൽ മതി. അപ്പോൾ ആൻസർ ഓപ്ഷൻ 1 ആണ് വരുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ അടുത്ത 10ാമത്തെ ചോദ്യം. ആൻ ഇലക്ട്രിക് ലാമ്പ് ഈസ് മാർക്ക്ഡ് 60 watt 230 volt. The cost of 1 kWh of power is 1.25 rupees. The cost of using this lamp for 8 hours is. അപ്പോൾ നമുക്ക് എത്ര യൂണിറ്റ് ഓഫ് ഇലക്ട്രിസിറ്റി നമ്മൾ യൂസ് ചെയ്യുന്ന ആദ്യമേ കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് പവർ തന്നിട്ടുണ്ട് ഒരു ബൾബിൻ്റെ. അപ്പോൾ 8 hours ഇത് വർക്ക് ചെയ്താൽ എനർജി കൺസ്യൂംഡിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാം. പവർ ഇൻറ്റു ടൈം ആണ്. അപ്പോൾ എനർജി ഈസ് ഈക്വൽ ടു പവർ ഇൻറ്റു ടൈം. പവർ നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ്? അത് 60 watt ആണ്. 8 hours ആണ്. 8 ഇൻറ്റു അവറിനെ നമ്മൾ സെക്കൻഡിലോട്ട് മാറ്റുവാണെങ്കിൽ 60 × 60 വരും. അപ്പോൾ അത്രയും ജൂളാണ് നമുക്ക് കൺസ്യൂം ചെയ്യുന്ന എനർജി. അപ്പോൾ നമുക്ക് അതിന് യൂണിറ്റിലോട്ട് മാറ്റിയാൽ നമ്പർ ഓഫ് യൂണിറ്റ്സ് കാണാൻ ഇപ്പോൾ ടോട്ടൽ എനർജി ഇത് 66 × 8 നമുക്ക് 48 വരും. ഇൻറ്റു 6 ഇൻറ്റു ഇവിടെ 3.6 എടുത്താൽ ഇൻറ്റു 10⁻⁴ വരും. ശരിയല്ലേ? 6 × 8 48. അപ്പോൾ ഒരു 10 അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അപ്പോൾ പിന്നെ നമുക്കിവിടെ ഒരു 60 × 6 അത് വേണ്ട അല്ലേ? 60 × 6 വേണ്ട. അപ്പോൾ ഒരു 6 നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ 6 × 8 48. ഇവിടെ 6 × 6 36. അപ്പോൾ അതിലൊരു 10 എടുത്താൽ
അപ്പോൾ ഇവിടെ നമുക്ക് 10⁻³ വരും, ഇവിടെ ഒരു 10 ഉണ്ട്, 10⁻⁴ വരും. അപ്പോൾ അതിനെ 3.6 × 10⁻⁶ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. കാരണം നമുക്കറിയാം 1 യൂണിറ്റ് എന്ന് പറയുന്നത് 3.6 × 10⁻⁶ ജൂൾ ഓഫ് എനർജിയാണ്. അപ്പോൾ അതിന് നമ്പർ ഓഫ് യൂണിറ്റ്സ് കിട്ടും. അപ്പോൾ നമ്പർ ഓഫ് യൂണിറ്റ്സ് കിട്ടിയാൽ കോസ്റ്റ് കാണാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? അപ്പോൾ കോസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് നമ്പർ ഓഫ് യൂണിറ്റ്സ് ഇൻറ്റു ഒരു യൂണിറ്റിൻ്റെ പ്രൈസ് 1.25 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ അത് സോൾവ് ചെയ്താൽ ആൻസർ ഓപ്ഷൻ 4 കിട്ടും, 0.6. മനസ്സിലായല്ലോ? കാൽക്കുലേഷൻ നോക്കുക. For the 11th question, in Young's double slit experiment, light of wavelength 4000 Armstrong is used to produce bright fringe of width 0.6 mm at a distance of 2 meter. If the whole apart is dipped in a liquid or refractance 1.5, then fringe width will be. Fringe width beta proportional to lambda ആണ്. ഇപ്പോൾ ലാംഡ നമ്മൾക്കറിയാം മീഡിയത്തിൽ മാറ്റുമ്പോൾ ലാംഡ ബൈ n ആയിട്ട് മാറും. അപ്പോൾ ഫ്രിഞ്ച് വിഡ്ത്തും നമുക്കറിയാം 1/n ടൈംസ് ആയിട്ട് മാറും. അപ്പോൾ ബീറ്റ ഈസ് ഈക്വൽ ടു β0 ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് ഇക്വേഷൻ. ആദ്യം ഫ്രിഞ്ച് വിഡ്ത്ത് എത്രയാണ്? 0.6 ആണ്. ഡിവൈഡ് ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.5 വരും. അപ്പോൾ 1.5 നമുക്കറിയാം 3/2 ആണ്. അപ്പോൾ 0.6 × 2/3 വരും. 0.6/3 നമുക്കറിയാം 0.2 വരും. 0.2 × 2 0.4 mm വരും. അപ്പോൾ ആൻസർ ഓപ്ഷൻ 3 ആണ് വരിക. അപ്പോൾ അടുത്തത് 12ാമത്തെ ചോദ്യം. ദി ഫ്ലക്സ് ഇൻ എ ക്ലോസ്ഡ് സർക്യൂട്ട് ഓഫ് resistance 10 ohm varies with the time t according to the equation. Phi is 60² minus 5t plus 1. What is the magnitude of induced current at a time t is equal to 0.25 second? Simple ആണ്. ഫ്ലക്സിൻ്റെ ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ ഇൻഡ്യൂസ്ഡ് EMF മൈനസ് d∅/dt എന്ന ഇക്വേഷൻ. മൈനസ് d∅/dt എടുക്കുമ്പോൾ 60² ഡിഫറൻഷ്യൽ ചെയ്താൽ 6 കോൺസ്റ്റൻ്റ് ആണ്. t² ഡിഫറൻഷ്യൽ 2t വരും. അപ്പോൾ 12t വരും. മൈനസ് 5t ഡിഫറൻഷ്യൽ 5 ആണ്. 1ൻ്റെ ഡിഫറൻഷ്യൽ 0. അപ്പോൾ 12t മൈനസ് 5 വരും. ഇനി ടി എത്രയാണ്? 0.25 സെക്കൻഡ്. അപ്പോൾ മൈനസ് 12 × 0.25 മൈനസ് 5 വരും. അപ്പോൾ അതാണ് ഇൻഡ്യൂസ്ഡ് EMFൻ്റെ വാല്യൂ വരുന്നത്. അപ്പോൾ 12 × 2.25 0.25 നമുക്കറിയാം 1/4 ആണ്. അപ്പോൾ 12/4 വരും. അപ്പോൾ 12/4 3 ആണ്. അപ്പോൾ 3 മൈനസ് 5 2 വോൾട്ട് വരും. അപ്പോൾ ഇതാണ് നമുക്ക് EMFൻ്റെ ഇക്വേഷൻ. അപ്പോൾ കറണ്ട് കാണാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? EMF ബൈ റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ 2/10 വരും. 0.2 ആംപിയർ വരും. അപ്പോൾ ആൻസർ ഓപ്ഷൻ 4 ആണ് വരുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ നമുക്ക് അടുത്തത് 13ാമത്തെ ക്വസ്റ്റിലേക്ക് പോകാം. ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇൻ EM വേവ് ഈസ് ഗിവൺ ബൈ E0 300 വോൾട്ട്/മീറ്റർ. ആംപ്ലിറ്റ്യൂഡ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് വിൽ ബി. ഇപ്പോൾ സിമ്പിളാണ്. മാഗ്നിറ്റ്യൂഡ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് കാണാൻ വേണ്ടിയിട്ട് ഇലക്ട്രിക് ഫീൽഡ് ഡിവൈഡഡ് ബൈ C ആണ് ഇക്വേഷൻ. ഇലക്ട്രിക് ഫീൽഡ് 300 ആണ്. അപ്പോൾ 300 ഡിവൈഡഡ് ബൈ സിയുടെ വാല്യൂ 3 × 10⁸ ആണ്. അപ്പോൾ 3 ക്യാൻസലായി പോയി 10⁻⁻6 ടെസ്ല വരും. അപ്പോൾ ആൻസർ ഓപ്ഷൻ 2 ആണ് വരുന്നത്. 10⁻⁻6 ടെസ്ല. 14th question. Photons of energy 6 electron volt are incident on a metal surface whose work function is 4 electron volt. The maximum kinetic energy of the emitted photo electrons will be. A simple question ആണ്. ഐൻസ്റ്റീൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ അനുസരിച്ച് നമുക്കറിയാം കൺസർവേഷൻ ഓഫ് എനർജി അനുസരിച്ച് എനർജി ഇൻസിഡൻറ്റ് ഈസ് ഈക്വൽ ടു വർക്ക് ഫംഗ്ഷൻ പ്ലസ് കൈനറ്റിക് എനർജി. ഇപ്പോൾ അതാണ് റിലേഷൻ. നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? എനർജി ഓഫ് ഫോട്ടോൺ ഇൻസിഡൻറ്റ് 6 ഇലക്ട്രോൺ വോൾട്ടും തന്നിട്ടുണ്ട്. അപ്പോൾ ഈ തന്നിട്ടുണ്ട്. വർക്ക് ഫംഗ്ഷൻ 4 തന്നിട്ടുണ്ട്. അപ്പോൾ മാക്സിമം കൈനറ്റിക് എനർജി കണ്ടുപിടിക്കണം. അപ്പോൾ മാക്സിമം കൈനറ്റിക് എനർജി 6 - 4 2 ഇലക്ട്രോൺ വോൾട്ട് വരും. അപ്പോൾ ആൻസർ ഓപ്ഷൻ 2 ആണ് വരുന്നത്. മനസ്സിലായല്ലോ? 15th ക്വസ്റ്റിലേക്ക് പോകാം. എ പാരലൽ ബീം ഓഫ് മോണോക്രോമാറ്റിക് ലൈറ്റ് ഓഫ് വേവ് ലെങ്ത് 5000 ആംസ്ട്രോങ് ഈസ് ഇൻസിഡന്റ് നോർമലി ഓൺ എ സിംഗിൾ നാരോ സ്ലിറ്റ് ഓഫ് വിഡ്ത്ത് 0.001 mm. The light is focused by a convex lens on a screen placed on the focal plane. The first minimum will be formed for angle of diffraction is equal to. അപ്പോൾ ആംഗിൾ ഓഫ് ഡിഫ്രാക്ഷൻ്റെ മിനിമത്തിൻ്റെ കണ്ടീഷൻ നമുക്കറിയാം. A sin θ is equal to n ലാംഡ. അപ്പോൾ sin θ is equal to n λ/a വരും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മിനിമമാണ്. അപ്പോൾ എന്നിൻ്റെ വാല്യൂ 1 ആണല്ലോ. അപ്പോൾ 1 × ലാംഡ 5000 ആംസ്ട്രോങ് ആണ്. അപ്പോൾ 5000 × 10⁻⁻10 ഓർ 5 × 10⁻⁻7 വരും. എ എന്ന് പറയുന്നത് സ്ലിറ്റിൻ്റെ വിട്താണ്. അപ്പോൾ അത് 0.001 mm ആണ്. അപ്പോൾ 1 × 10⁻³ mm വരും. ഇൻറ്റു 10⁻³ വരുമല്ലോ. മില്ലിമീറ്ററിനെ മീറ്റർ ആക്കുമ്പോൾ 10⁻³ ഇവിടെ വിട്ട് 1 mm ആണ്. 10⁻³ mm ആണ്. അതിനെ മീറ്ററിലേക്ക് മാറ്റിയപ്പോൾ ഇൻറ്റു 10⁻³ അങ്ങനെയാണ് വരുന്നത്.
അപ്പോൾ 5 × 10⁻⁻1 വരും, ഓർ 5/10 ഓർ 1/2 വരും. അപ്പോൾ സൈൻ തീറ്റ 1/2 ആണെങ്കിൽ തീറ്റ നമുക്കറിയാം 30 ഡിഗ്രിയാണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ 3 വരും. അപ്പോൾ അടുത്തത് 16ാമത്തെ ചോദ്യം. എ വെരി സ്മോൾ മാഗ്നറ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ ദി മാഗ്നറ്റിക് മെറിഡിയൻ, ദ സൗത്ത് പോൾ പോയിന്റിംഗ് ടുവേർഡ്സ് നോർത്ത്. The null point is obtained 20 cm away from the center of the magnet. What is the magnetic moment of the magnet if Earth's field is 0.3 × 10⁻⁴ Tesla? അപ്പോൾ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എർത്ത് ഒക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അത് ഓർത്തിരുന്നോണം. അപ്പോൾ ഇത് നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് ആണെങ്കിൽ നമുക്കറിയാം എർത്തിൻ്റെ ഹൊറിസോണ്ടൽ കോമ്പണൻ്റ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഫ്രം സൗത്ത് ടു നോർത്ത്. അപ്പോൾ അത് ഓർത്തിരിക്കണം. എർത്തിൻ്റെ ഹൊറിസോണ്ടൽ കോമ്പണൻ്റ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഫ്രം സൗത്ത് ടു നോർത്ത് ആണ്. അപ്പോൾ നമ്മളൊരു മാഗ്നറ്റ് ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആ മാഗ്നറ്റിൻ്റെ പ്രത്യേകത പറഞ്ഞിരിക്കുന്നത് എന്തുവാ? സൗത്ത് പോൾ പോയിൻറ്റിങ് ടുവേർഡ്സ് നോർത്ത്. ഇതാണ് സിറ്റുവേഷൻ. മാഗ്നറ്റിൻ്റെ സൗത്ത് പോൾ എർത്തിൻ്റെ മാഗ്നറ്റിക് നോർത്തിലേക്ക് ഫേസ് ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നൾ പോയിൻ്റ് എവിടെയാണ് കിട്ടുന്നതെന്ന് നോക്കണമല്ലോ. അപ്പോൾ നമുക്കറിയാം ആക്സിസ് അല്ലെങ്കിൽ ഇക്വേറ്റർ ഓഫ് ദി മാഗ്നറ്റിലാണ് നമുക്ക് നൾ പോയിൻ്റ് ഉണ്ടാവാൻ സാധ്യത നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇത് നോർത്ത്, ഇവിടെ സൗത്ത് ആണ്. അപ്പോൾ ആക്സിയൽ ഫീൽഡിൻ്റെ ഡയറക്ഷൻ അത് മാഗ്നറ്റിക് മൊമെൻറ്റിൻ്റെ ഡയറക്ഷനിലാണ്. മാഗ്നറ്റിക് മൊമെൻറ്റ് സൗത്ത് ടു നോർത്ത് ഓർത്തോണം. മാഗ്നറ്റിക് മൊമെൻറ്റ് ഈസ് എ വെക്ടർ ഫ്രം സൗത്ത് ടു നോർത്ത്. അപ്പോൾ മാഗ്നറ്റിക് മൊമെൻറ്റിൻ്റെ സെയിം ഡയറക്ഷനിലാണ് ആക്സിയൽ ഫീൽഡ് വരുന്നത്. അപ്പോൾ ആക്സിയൽ ഫീൽഡ് BA ഇങ്ങോട്ടേക്ക് വരും, ഇക്വേറ്റർ ഫീൽഡ് അതിൻ്റെ ഓപ്പോസിറ്റ്. അപ്പോൾ നമുക്കറിയാം ഇക്വേറ്റർ ഫീൽഡും BHും സെയിം ഡയറക്ഷനിലാണ്, ആക്സിയൽ ഫീൽഡും BHും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഈ 0 അറ്റ് ആക്സിയൽ പോയിൻ്റ് ആയിരിക്കും. ഇനി ആ ആക്സിയൽ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ഇനി നമുക്കറിയാം. അപ്പോൾ ഇത് മാഗ്നറ്റിക് ഫീൽഡ് നൾ പോയിന്റിൽ റിസൾട്ടൻ്റെ വാല്യൂ 0 ആയിട്ട് മാറും. 0 റിസൾട്ടൻ്റ് വരണമെങ്കിൽ എന്ത് സംഭവിക്കണം? BHും എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഹൊറിസോണ്ടൽ കോമ്പണൻ്റ് BHും ഈ മാഗ്നറ്റിൻ്റെ ആക്സിയൽ ഫീൽഡും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് വരണം. അപ്പോൾ നമുക്ക് എന്തെഴുതാം? B ആക്സിയൽ ഈസ് ഈക്വൽ ടു BH ആണെങ്കിൽ റിസൾട്ടൻ്റെ ഫീൽഡ് ക്യാൻസൽ ആയി പോകുള്ളൂ. അപ്പോൾ ആക്സിയൽ ഫീൽഡ് പോയിന്റിലാണ് നൾ പോയിന്റ്. അവിടെ ആക്സിയൽ ഫീൽഡ് ഓഫ് ദി മാഗ്നറ്റും എർത്തിൻ്റെ ഹൊറിസോണ്ടൽ കോമ്പണൻ്റ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡും കൂടെ ക്യാൻസൽ ആവണം. അപ്പോൾ അവരുടെ രണ്ടുപേരുടെ മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആയിരിക്കണം. ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ് നമുക്ക് മനസ്സിലായി. അപ്പോൾ BA ഈസ് ഈക്വൽ ടു BH. BA നമുക്കറിയാം ആക്സിയൽ ഫീൽഡ് ഓഫ് എ ഷോർട്ട് മാഗ്നറ്റ് μ0/4π × 2m/r³ വരും. ഇനി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ടൽ μ0/4π വാല്യൂ നമുക്കറിയാം 10⁻⁻7 ആണ്. 2 × മാഗ്നറ്റിക് മൊമെൻറ്റ് നമുക്ക് അറിയത്തില്ല. R നമുക്ക് തന്നിട്ടുണ്ട് 20 cm ആണ്. എന്ന് പറഞ്ഞാൽ 0.2 മീറ്റർ വരും. അപ്പോൾ 0.2 ക്യൂബ് ആണ് വരുന്നത്. അപ്പോൾ 0.8 × 10⁻⁻, അല്ലെങ്കിൽ 8 × 10⁻³ വരും. ശരിയല്ലേ? അപ്പോൾ നമുക്ക് 20 cm ആണ്. അപ്പോൾ 2 × 10⁻⁻1 മീറ്റർ വരും. അപ്പോൾ 2 × 10⁻⁻1 ക്യൂബ് എടുക്കുമ്പോൾ 8 × 10⁻³ വരും. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു BH തന്നിട്ടുണ്ടല്ലോ 0.3 × 10⁻⁻4 ഓർ 3 × 10⁻⁻5 വരും. അപ്പോൾ ഇനി നമ്മൾ സോൾവ് ചെയ്താൽ M ആണ് കണ്ടുപിടിക്കേണ്ടത്. അവിടെ 10⁻⁻3 10⁻⁻1 പോയിട്ട് 10⁻⁻4 വരും. അപ്പോൾ ഇവിടെ 10⁻⁻5 10⁻⁻1 പോയിട്ട് 10⁻⁻1 വരും. ശരിയല്ലേ? അപ്പോൾ M ഈസ് ഈക്വൽ ടു ഇവിടെ 2/8 1/4 വരും. 4 × 3 12 × 10⁻⁻1 1.2 വരും. അപ്പോൾ 1.2 ആംപിയർ മീറ്റർ സ്ക്വയർ ആണ് വരുന്നത്. അപ്പോൾ ആൻസർ ഓപ്ഷൻ 2 വരും. അപ്പോൾ അത് 17ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. The resistance of the shunt required to allow 2% of main current to pass through the galvanometer of resistance 49 ohm is. ഇപ്പോൾ കൺവേർഷൻ ഓഫ് ഗാൽവനോമീറ്റർ ടു അമീറ്റർ ആണ് നമുക്കറിയാം. അപ്പോൾ സിമ്പിളാണ്. ഒരു ഗാൽവനോമീറ്റർ അസ്യൂം ചെയ്യുക. ഗാൽവനോമീറ്റർ റെസിസ്റ്റൻസ് G. അപ്പോൾ അതിന് പാരലായിട്ട് നമ്മളൊരു ഷണ്ട് റെസിസ്റ്റൻസ് കണക്ട് ചെയ്തു. അത് S എന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്കറിയാം ഇവിടെ നിന്നൊരു മെയിൻ കറണ്ട് I വരുവാണെങ്കിൽ അത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. കുറച്ച് ഗാൽവനോമീറ്ററിൽ കൂടെയും ബാക്കി ഷണ്ടിൽ കൂടെയും പാസ് ചെയ്യും. അപ്പോൾ ഇതാണ് സിറ്റുവേഷൻ. Galvanometer can be converted into ammeter by connecting a small resistance called a shunt parallel to the galvanometer. If I is a main current or current to be measured, then current through the galvanometer IG shunt across site IS എന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം galvanometer and shunt are connected in parallel, therefore their potential differences are equal.
Therefore, equating potential differences Ig into G is equal to Is into S വരും. ഇപ്പോൾ ഗാൽവനോമീറ്റർ ഷണ്ട് പാരലലാണ്. അവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇക്വേറ്റ് ചെയ്ത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാരണം കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് എടുക്കണം. ഇപ്പോൾ രണ്ടുപേരുടെ കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് ഇക്വേറ്റ് ചെയ്തു. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്തുവാ? ഗാൽവനോമീറ്റർ ഷണ്ട് അലൗസ് 2% ഓഫ് മെയിൻ കറണ്ട് ത്രൂ പാസ് ത്രൂ ഗാൽവനോമീറ്റർ. ഇപ്പോൾ ഗാൽവനോമീറ്റർ കൂടെ പാസ് ചെയ്യുന്ന ടോട്ടൽ കറണ്ടിൻ്റെ 2%. അപ്പോൾ Ig നമുക്ക് 2/100 ഇൻറ്റു I എന്ന് എടുക്കാമല്ലോ. ഇൻറ്റു ജിയുടെ വാല്യൂ 49 നമുക്കറിയാം. അപ്പോൾ IS എത്രയായിരിക്കും? ഷണ്ട് റെസിസ്റ്റൻസിൽ കൂടെ പോകുന്ന കറണ്ട് ബാക്കിയുള്ള കറണ്ടാണ്, അത് 98% വരും. 2% ഗാൽവനോമീറ്റർ കൂടെ പോയി. അപ്പോൾ ടോട്ടൽ കറണ്ടിൻ്റെ 98% ഇതിലൂടെയാണ് പോകുന്നത്? ഷണ്ടിൽ കൂടെയാണ് പോകുന്നത്. അപ്പോൾ ഷണ്ടിൽ കൂടെയുള്ള കറണ്ട് 98% ഓർ 98/100 ഇൻറ്റു IS വരും. ഇൻറ്റു ഷണ്ടിൻ്റെ ടോട്ടൽ കറണ്ട് ISന് പകരം 98/100 ഇൻറ്റു I ഇൻറ്റു S എന്ന് വരും. ഇതാണ് നമ്മുടെ സിറ്റുവേഷൻ വരുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ 49 98 പോയിട്ട് 2 വരും. 2 രണ്ട് സൈഡിൽ നിന്ന് ക്യാൻസലായി പോവും. 100 ക്യാൻസലായി പോവും. അപ്പോൾ ഷണ്ട് ഇസ് ഈക്വൽ ടു എത്ര കിട്ടും? 1 ഓം കിട്ടും. അപ്പോൾ ആൻസർ ഓപ്ഷൻ 3 ആണ് വരുന്നത്, 1 ഓം. അപ്പോൾ അടുത്ത 18ാമത്തെ ചോദ്യം, എ ട്രയാങ്കുലർ ലൂപ്പ് സൈഡ് L carries a current I. It is placed in a uniform magnetic field be such that plane of the loop is in the direction of magnetic field. The torque on the loop is. അപ്പോൾ നമുക്കൊരു ഇക്വലൻ്റ് ട്രയാങ്കുലർ ലൂപ്പ് ഉണ്ട്. അപ്പോൾ ആ ലൂപ്പ് ബോർഡിൻ്റെ പ്ലെയിനിലാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ്റെ പ്രത്യേകത പറഞ്ഞിരിക്കുന്നത് എന്തുവാ? മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഇൻ ദി പ്ലെയിൻ ഓഫ് ദി ലൂപ്പ്. പ്ലെയിൻ ഓഫ് ദി ലൂപ്പിൽ തന്നെയാണ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ വരുന്നത്. അപ്പോൾ നമുക്ക് ടോർക്ക് കാണാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ടോ ഈസ് ഈക്വൽ ടു MB സൈൻ തീറ്റ. M മാഗ്നറ്റിക് മൊമെൻ്റ് ആണ്, അത് NIA. അപ്പോൾ NIAB സൈൻ തീറ്റ ആണ് ഇക്വേഷൻ. തീറ്റ ആരൊക്കെ തമ്മിലുള്ള ആംഗിളാണ്? മാഗ്നറ്റിക് ഫീൽഡും ഏരിയ വെക്ടറും തമ്മിലുള്ള ആംഗിളാണ് തീറ്റ. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ബോർഡിൻ്റെ പ്ലെയിനിലാണ്. നമുക്കറിയാം ഏരിയ വെക്ടർ ഈ ലൂപ്പിൻ്റെ പ്ലെയിനിന് പെർപെൻഡിക്കുലറാണ്. ഏരിയ വെക്ടർ സർഫസ് ഏരിയ വെക്ടർ ഈസ് വെക്ടർ നോർമൽ ടു ദി പ്ലെയിൻ ആണ് നമുക്കറിയാം. അപ്പോൾ ഏരിയ വെക്ടറും മാഗ്നറ്റിക് ഫീൽഡും തമ്മിൽ ആംഗിൾ 90 അല്ലേ? അപ്പോൾ തീറ്റ 90 ആണ്. അപ്പോൾ സൈൻ തീറ്റ 1 വരും. അപ്പോൾ NIAB എന്ന് വരും. ഇതാണ് ടോർക്കിൻ്റെ ജനറൽ ഇക്വേഷൻ. ഒരു ട്രയാങ്കുലർ ലൂപ്പേ ഉള്ളൂ. അപ്പോൾ N1 ആണ്. കറണ്ട് I ഇൻറ്റു മാഗ്നറ്റിക് ഫീൽഡ് B ആണ്. ഏരിയ കണ്ടുപിടിക്കണം. ഏരിയ എടുക്കുമ്പോൾ നമുക്കറിയാം ഇതിൻ്റെ സൈഡ് ലെങ്ത് L ആണ്. ഇതിൻ്റെ ആൾട്ടിറ്റ്യൂഡ് നമുക്കറിയാം √3L/2 ആണ്. അപ്പോൾ ഏരിയ കാണാൻ ഹാഫ് ഇൻറ്റു ബേസിൻ്റെ ലെങ്ത് L ഇൻറ്റു ആൾട്ടിറ്റ്യൂഡ് എടുക്കണം. ട്രയാങ്കുലർ ഷേപ്പിൻ്റെ ഏരിയ. അപ്പോൾ ഈ ലൂപ്പിൻ്റെ ക്ലോസ്ഡ് ലൂപ്പിൻ്റെ ഏരിയ കാണണം. അപ്പോൾ ഹാഫ് ഇൻറ്റു BH, B ലെങ്ത് Lന് ഈക്വലാണ്. ഹാഫ് ഇൻറ്റു L ഇൻറ്റു H ആൾട്ടിറ്റ്യൂഡാണ്, അത് √3L/2 വരും. അപ്പോൾ √3L²/4 ഇൻറ്റു IB വരും. അപ്പോൾ √3L²/4 ഇൻറ്റു IB. അപ്പോൾ ആൻസർ ഓപ്ഷൻ 4 ആണ് വരുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ 19th ക്വസ്റ്റ്യൻ, എസ് ഗീവ് മാക്സിമം കറണ്ട് ഇൻ എ സർക്യൂട്ട് വെൻ. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓപ്പൺ സർക്യൂട്ടിൽ കറണ്ട് 0 ആണ്. ഓപ്പൺ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ബാറ്ററി വെറുതെ എടുത്തു, സെല്ല് വെറുതെ എടുത്തു, അത് എങ്ങോട്ടേയും കണക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഓപ്പൺ സർക്യൂട്ടിൽ കറണ്ട് 0 ആണ്. അപ്പോൾ അത് തെറ്റാണ്. പിന്നെ ക്ലോസ്ഡ് സർക്യൂട്ട് വിത്ത് എ ഡിവൈസ്, നമുക്ക് ഏതെങ്കിലും ഒരു ഡിവൈസ് സർക്യൂട്ടിൽ കണക്ട് ചെയ്താൽ റെസിസ്റ്റൻസ് കൂടും. അപ്പോൾ കറണ്ട് ഈ ബാറ്ററി ഡയറക്റ്റ് ഷോർട്ട് സർക്യൂട്ട് ചെയ്യുന്നതിനെക്കാട്ടിലും കുറവായിരിക്കും നമുക്കറിയാം. വെൻ ഇറ്റ് ഈസ് കണക്റ്റഡ് ടു അനദർ സെൽ ഓഫ് ഫോർ റീചാർജിങ്, അത് നമുക്ക് കറക്റ്റ് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ആ സിറ്റുവേഷൻ അനുസരിച്ച് വ്യത്യാസം വരും. വെൻ ഇറ്റ് ഈസ് ഷോർട്ട് സർക്യൂട്ട്, ഇപ്പോൾ ഷോർട്ട് സർക്യൂട്ടിലാണ് നമുക്കറിയാം കറണ്ട് മാക്സിമം വരുന്നത്. ഒരു സെല്ല് ഷോർട്ട് സർക്യൂട്ട് ചെയ്താൽ ആകപ്പാടെ അതിൻ്റെ റെസിസ്റ്റൻസ് മാത്രമേ സർക്യൂട്ടിൽ വരത്തുള്ളൂ. അപ്പോൾ ആൻസർ ഓപ്ഷൻ 4 ആണ് കറക്റ്റായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നത്. അപ്പോൾ അടുത്ത 20ാമത്തെ ചോദ്യം, അറ്റ് എ സർട്ടൺ പ്ലേസ് മാഗ്നറ്റ് ഹാസ് 30 ഓസിലേഷൻസ് പെർ മിനിറ്റ്. അനദർ പ്ലേസ് വെയർ ദി മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഡബിൾ, ഇറ്റ്സ് ടൈം പീരീഡ് വിൽ ബി. ആദ്യം നോക്കിയാൽ 30 ഓസിലേഷൻസ് പെർ മിനിറ്റ്. അപ്പോൾ ടൈം പീരീഡ് കാണാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ടൈം പീരീഡ് ഈസ് സി ടൈം ടേക്കൺ ഫോർ 1 ഓസിലേഷൻ. അതിന് എന്ത് ചെയ്താൽ മതി? ടോട്ടൽ ടൈം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഓസിലേഷൻസ് എടുത്താൽ പോരെ. ഇപ്പോൾ ടോട്ടൽ ടൈമിനെ നമ്പർ ഓഫ് ഓസിലേഷൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ടൈം പീരീഡ് കിട്ടും. ഇപ്പോൾ ടോട്ടൽ ടൈം എത്രയാണ്? പെർ മിനിറ്റ് എന്ന് പറയുമ്പോൾ 60 സെക്കൻഡ് അല്ലേ, ഡിവൈഡഡ് ബൈ 30 വരും. അപ്പോൾ 2 സെക്കൻഡ് വരും. ഇനിഷ്യലി ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻ ഓഫ് ദി മാഗ്നറ്റ് 2 സെക്കൻഡാണ്. അപ്പോൾ അനദർ പ്ലേസ് വെയർ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഡബിൾഡ്, ഇറ്റ്സ് ടൈം പീരീഡ് കണ്ടുപിടിക്കണം. ഇപ്പോൾ ടൈം പീരീഡിൻ്റെ ഇക്വേഷൻ ഓർക്കുന്നുണ്ടല്ലോ, T = 2π√I/mb. അപ്പോൾ T പ്രപ്പോർഷണൽ ടു 1/√B ആണ്.
അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ബി ആണെങ്കിൽ ടി പ്രപ്പോർഷണൽ 1/√B. മാഗ്നറ്റിക് ഫീൽഡ് എത്രയൊക്കെ ഡബിൾ ആക്കി. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഡബിൾ ആക്കുമ്പോൾ ബിക്ക് പകരം 2B വരും. അപ്പോൾ 2B വരുമ്പോൾ അവിടെ T' = T/√2 അല്ലേ വരുന്നത്. ബിയുടെ താഴെ ബിക്ക് പകരം B√2 2 × B റൂട്ടിനകത്ത് വരും. റേഷ്യോ എടുക്കുമ്പോൾ 1/√2 വരും. അപ്പോൾ T' = T/√2. T എത്രയാണ്? 2 ആണ്. അപ്പോൾ 2/√2 = √2 സെക്കൻഡ് വരും. അപ്പോൾ ആൻസർ ഓപ്ഷൻ 4 ആണ് വരിക, √2 സെക്കൻഡ്. 21ാമത്തെ ചോദ്യം. എ തിൻ റെക്ടാങ്കുലർ മാഗ്നറ്റ് സസ്പെൻഡഡ് ഫ്രീലി ഹാസ് എ പീരിയഡ് ഓഫ് ഓസിലേഷൻ 4 seconds. It is broken into 2 halves, each having half the original length, and one of the pieces is suspended similarly. The period of its oscillation will be. അപ്പോൾ ഒരു മാഗ്നറ്റ് വെറുതെ ഉണ്ട്. ആ മാഗ്നറ്റ് ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഓസിലേഷൻ നടക്കും. അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് L എന്ന് വിചാരിക്കാം. പോൾ സ്ട്രെങ്ത് QM, മാഗ്നറ്റിക് മൊമെൻറ്റ് M എന്ന് വിചാരിക്കാം. ഇപ്പോൾ ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻ്റെ ഇക്വേഷൻ തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞു T = 2π√I/mb. അപ്പോൾ അതാണ് ടൈം പീരീഡിൻ്റെ ഇക്വേഷൻ. I is the moment of inertia, M is the magnetic moment, B is the external magnetic field. രണ്ടാമത് എന്താ ചെയ്തത്? ഈ മാഗ്നറ്റിനെ കട്ട് ചെയ്തു. ഈച്ച് ഹാവിങ് ഹാഫ് ദി ഒറിജിനൽ ലെങ്ത്. പിന്നെ കട്ട് ചെയ്ത് ലെങ്ത്ത് എത്രയാക്കി മാറ്റി? പകുതിയാക്കി മാറ്റി. അപ്പോൾ ലെങ്ത്ത് L/2 ആണ്. നമുക്കറിയാം ക്രോസ് സെക്ഷൻ ഏരിയ മാറാത്തത് കൊണ്ട് പോൾ സ്ട്രെങ്ത് മാറ്റമൊന്നുമില്ല. അപ്പോൾ മാഗ്നറ്റിക് മൊമെൻ്റ് എടുക്കുമ്പോൾ മാഗ്നറ്റിക് മൊമെൻ്റ് M = പോൾ സ്ട്രെങ്ത് ഇൻറ്റു ലെങ്ത് അല്ലേ. അപ്പോൾ പോൾ സ്ട്രെങ്ത് QM മാറ്റമില്ല, ലെങ്ത്ത് L/2 ആയി. അപ്പോൾ QM × L ആദ്യത്തെ മാഗ്നറ്റിക് മൊമെൻ്റ് ആണ്. അപ്പോൾ M' = M/2. ആദ്യത്തെ മാഗ്നറ്റിക് മൊമെൻ്റ് M ആണെങ്കിൽ ഇപ്പോൾ മാഗ്നറ്റിക് മൊമെൻ്റ് M/2 ആയിട്ട് മാറി. ശ്രദ്ധിച്ചോണം. പിന്നെ എന്താ മാറുന്നത്? മൊമെൻ്റ് ഓഫ് ഇനീഷ്യ മാറും. അപ്പം മൊമെൻ്റ് ഓഫ് ഇനീഷ്യ കാണുമ്പം മാസ് എത്രയായിട്ട് മാറും? പകുതിയായിട്ട് മാറും. അപ്പം മാസം μ എന്ന് വിചാരിച്ചാൽ ഇപ്പോൾ മാസം μ/2 ആണ്. അപ്പം മൊമെൻ്റ് ഓഫ് ഇനീഷ്യയുടെ ഇക്വേഷൻ ഓർക്കുന്നുണ്ടല്ലോ, μL²/12 ആണ്. അപ്പോൾ മൊമെൻ്റ് ഓഫ് ഇനീഷ്യ μL²/12. മ്യൂവിന് പകരം μ/2 ആണ്. ഇൻറ്റു 1/12 × L/2 ആണ്. അപ്പോൾ L²/4 വരും. ദാറ്റ്സ് μL²/4 / 8 × 12 വരും. അപ്പോൾ അത് I/8 വരുമല്ലോ. കാരണം μL²/12 എന്ന് പറയുന്നത് ആദ്യത്തെ മൊമെൻ്റ് ഓഫ് ഇനീഷ്യയാണ്. പിന്നെ ഇവിടെ ഒരു 4 × 2 8 ആണ് വരുന്നത്. അപ്പോൾ I' = I/8. അപ്പോൾ പുതിയ ടൈം പീരീഡ് കണ്ടുപിടിക്കുമ്പം T' = 2π × Iക്ക് പകരം എന്ത് കൊടുക്കാം? I/8 കൊടുക്കാം. അപ്പോൾ എമ്മിന് പകരം M/2 കൊടുക്കാം. അപ്പോൾ 8/2 4 വരും. 4 വെളിയിലെടുത്താൽ നമുക്ക് 2 വരും. അപ്പോൾ 1/2 × 2π√I/mb. അപ്പോൾ 2π√I/mb ആദ്യത്തെ ടൈം പീരീഡ് അല്ല. അപ്പോൾ T/2 വരും. അപ്പോൾ ആൻസർ T/2 ആണ്. ആദ്യത്തെ ടൈം പീരീഡ് 4 സെക്കൻഡ് ആണ്. അപ്പോൾ 4/2 2 സെക്കൻഡ് വരും. അപ്പോൾ ആൻസർ ഓപ്ഷൻ 2 ആണ് വരുന്നത്, 2 സെക്കൻഡ്. അപ്പോൾ അടുത്ത 22ാമത്തെ ചോദ്യം. എ ഷോർട്ടഡ് നാൻഡ് ഗേറ്റ് ഈസ് ഇക്വലൻ ടു. നമ്മൾ എന്ത് ചെയ്തു? ഒരു നാൻഡ് ഗേറ്റ് എടുത്തു. അപ്പോൾ നാൻഡ് ഗേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം A ആൻഡ് B. അപ്പോൾ ഷോർട്ടഡ് നാൻഡ് ഗേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു നാൻഡ് ഗേറ്റ് എടുത്തു. അപ്പോൾ അതിൻ്റെ ഇൻപുട്ടുകൾ നമ്മൾ ഷോർട്ട് ചെയ്ത്, ഇതാണ് അർത്ഥം. ഇവിടെ A ആണെങ്കിൽ രണ്ടും A തന്നെയാണ്. അപ്പോൾ Aയും Bയും സെയിം തന്നെയാണ്. അപ്പോൾ ഇവിടെ A ആണെങ്കിൽ ഇവിടെ A വരും. ശരിയല്ലേ? അപ്പോൾ Aയും കൊടുത്താൽ നമുക്കറിയാം ഇവിടെ ഓർ ഗേറ്റ് ആൻഡ് ഗേറ്റ് ആണ്. അപ്പോൾ ആൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് എത്രയായിരിക്കും വരുന്നത്? ഔട്ട്പുട്ട് വരുമ്പോൾ നമുക്കറിയാം ഇവിടെ A ആൻഡ് B ബാർ വരും. അപ്പോൾ A Bയും സെയിം തന്നെയല്ലേ. അപ്പോൾ നമുക്കറിയാം ഇവിടെ A ആൻഡ് B എന്ന് പറയുന്നത് A തന്നെ വരും. അപ്പോൾ A ബാർ വരും. അപ്പോൾ A ബാർ എന്ന് പറഞ്ഞാൽ നോട്ടാണ്. ഇവിടെ രണ്ടും A ആണ്. അപ്പോൾ A 1 ആണെങ്കിൽ ആൻസർ ആൻഡ് ഗേറ്റിൻ്റെ 1 വരും. A 0 ആണ്, അടുത്തത് 0 ആണ്. അപ്പോൾ 2 0 ആകുമ്പോൾ 0 വരും. അപ്പം A ആൻഡ് B ബാർ വരും. അപ്പം അത് നമുക്കറിയാം A ആൻഡ് B എന്ന് പറയുന്നത് A ആണ്. അപ്പോൾ A ബാർ വരും. അപ്പോൾ നോട്ട് ഗേറ്റ് വരും. നെക്സ്റ്റ് 23ാമത്തെ ചോദ്യം. ഐഡൻറ്റിഫൈ ദി ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് ദി സിനർ ഡയോഡ്. നമുക്ക് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ചോദ്യം. പക്ഷേ ഇറ്റ് ഈസ് എ ഹെവിലി ഡോപ്ഡ് ഡയോഡ്. നമുക്കറിയാം സിനർ ഡയോഡ് ഹെവിലി ഡോപ്ഡ് ആണ്. അത് ശരിയാണ്. നമുക്ക് ആൻസർ വരത്തില്ല, ശ്രദ്ധിച്ചോണം. വിത്തൗട്ട് ഡിപ്ലീഷൻ ലെയർ ഈസ് വെരി നാരോ കമ്പയർഡ് ടു ദി അതർ ഡയോഡ്. നമുക്കറിയാം ഹെവിലി ഡോപ്ഡ് ആകുമ്പോൾ ഡിപ്ലീഷൻ ലെയറിൻ്റെ തിക്നെസ് നോർമൽ ഡയോഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറവായിരിക്കും. അപ്പോൾ അത് ശരിയാണ്. വാല്യൂ ഓഫ് ഇൻറ്റേർണൽ പൊട്ടൻഷ്യൽ ബാർ ഈസ് വെരി ഹൈ. നമുക്കറിയാം പൊട്ടൻഷ്യൽ ബാരിയർ വെരി ലോ, നേരെ തിരിച്ചാണ്, കുറവാണ്. അപ്പോൾ അതുകൊണ്ട് അത് തെറ്റാണ്. അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ 3 വരാൻ സാധ്യതയുണ്ട്, ശ്രദ്ധിച്ചോണം.
പക്ഷേ ദേ അണ്ടർഗോ ഷാർപ്പ് ബ്രേക്ക് ഡൗൺ അണ്ടർ ഹൈ റിവേഴ്സ് ബയസ് ഒരു കണ്ടീഷൻ ശരിയാണ്. റിവേഴ്സ് ബയസിൽ പെട്ടെന്ന് ബ്രേക്ക് ഡൗൺ ഉണ്ടാവും, അതിനുശേഷം പെട്ടെന്ന് കറണ്ട് ഇൻക്രീസ് ചെയ്യും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ശരിയാണ്. അപ്പം 1ഉം 2ഉം 3ഉം ശരിയാണ്, 4ഉം ശരിയാണ്. അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ 3 ആണ് വരുന്നത്. 24ാമത്തെ ചോദ്യം. എ വാട്ടർ ടാങ്ക് ഹാസ് എ ഹൈറ്റ് ഓഫ് 21 meter. Water on refractance 4/3 is filled in it up to a certain height. Find the height up to which the water is filled so that an observer looking from above will find the tank is to be half filled. അപ്പോൾ നമുക്കൊരു ടാങ്ക് അസ്യൂം ചെയ്തു. അപ്പോൾ ആ ടാങ്കിൽ എന്തുണ്ടെന്നാണ് പറഞ്ഞാൽ, ടാങ്കിൽ നമ്മൾ ലിക്വിഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ലിക്വിഡിൻ്റെ ഹൈറ്റ് നമുക്ക് അറിയത്തില്ലത് y. അപ്പോൾ ബാക്കി എം ടി പോർഷൻ്റെ ഹൈറ്റ് h-y വരും. എച്ച് നമുക്ക് തന്നിട്ടുണ്ട് 21 meter. അപ്പോൾ 21 meter ഹൈറ്റുള്ള കണ്ടെയ്നർ ലിക്വിഡ് എടുത്തു. അപ്പോൾ അതിൽ y ഹൈറ്റുള്ള ലിക്വിഡ് ഉണ്ടെങ്കിൽ ബാക്കി എം ടി പോർഷൻ്റെ ഹൈറ്റ് h-y ആണ്. അപ്പോൾ നമ്മൾ ഇതിനെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ അത് ഹാഫ് ഫിൽഡ് ആയിട്ട് തോന്നണം. സംഭവിക്കാൻ നമുക്കറിയാം, ഇഫ് y ഈസ് ദി ആക്ച്വൽ ഹൈറ്റ് ഓഫ് ദി ലിക്വിഡ് ഇൻ ദി കണ്ടെയ്നർ, then it is observed from above. Its height apparent or observed height is different from the original height. If y dash is the apparent depth of the liquid, then we have equation y dash is equal to y by n. അത് നമുക്കറിയാം. ഇവിടെ y ഹൈറ്റുള്ള ലിക്വിഡ് റിഫ്രാക്റ്റ് ഇൻഡെക്സ് തന്നെ. അപ്പോൾ നമ്മൾ അതിനെ മുകളിൽ നിന്ന് ഒബ്സർവ് ചെയ്യുമ്പോൾ അതിൻ്റെ ഹൈറ്റ് വൈനെക്കാട്ടിലും കുറവായിട്ട് തോന്നും. അപ്പോൾ ആ തോന്നുന്ന ഹൈറ്റ് ഓർ അപ്പാരൻ്റ് ഹൈറ്റ് y dash y by n ആണ്. അപ്പോൾ ഇനി നമ്മൾ ആലോചിക്കണം, when it is observed from above, it appears to be half filled. It will find the tank to be half filled. അപ്പോൾ ഹൈറ്റ് ഹാഫ് ഫില്ലായിട്ട് തോന്നുന്നത് എപ്പോഴാണ്? തീർച്ചയായിട്ടും നമുക്കറിയാം, ഒരു കണ്ടെയ്നറിൽ നോക്കുമ്പോൾ കണ്ടെയ്നറിൻ്റെ ലിക്വിഡിൻ്റെ ഹൈറ്റും എം ടി പോർഷൻ്റെ ഹൈറ്റും ഈക്വൽ ആകുമ്പോഴാണ് അത് ഹാഫ് ഫിൽഡ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ y ഡാഷ് ആണ് ഹൈറ്റ് ഓഫ് ദി ലിക്വിഡ് അപ്പിയർഡ്, ഹൈറ്റ് ഓഫ് ദി എം ടി പോർഷൻ ഈസ് h-y. നമുക്കറിയാം ഇവിടെ നോക്കുമ്പോൾ h-yക്ക് നമുക്ക് മാറ്റമൊന്നുമില്ല, ആക്ച്വലി ഉള്ള ഹൈറ്റ് ഏതാണ് അത് തന്നെ തോന്നും. അപ്പോൾ ഈ y ഡാഷ് എന്ന് പറയുന്നത് h-yക്ക് ഈക്വൽ ആകുമ്പോഴല്ല ഇറ്റ് അപ്പിയേഴ്സ് ടു ബി ഹാഫ് ഫീൽഡ് വരുന്നത്. ഹാഫ് ഫീൽഡായിട്ട് തോന്നണമെങ്കിൽ എന്ത് സംഭവിക്കണം? ഇതിൻ്റെ ലിക്വിഡിൻ്റെ ഹൈറ്റ് അപ്പാരൻ്റ് വാല്യൂ എടുക്കണം, അത് എം ടി പോർഷൻ്റെ ഹൈറ്റിന് ഈക്വൽ ആയിരിക്കണം. അപ്പോഴാണ് നമുക്കത് ഹാഫ് ഫീൽഡായിട്ട് തോന്നുന്നത്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എന്തുവാ? h-y എന്ന് പറയുന്നത് y/n ഈക്വൽ ആയിരിക്കണം. അവിടെ y/n h/2 ആയിട്ട് റിലേഷൻ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ചോദ്യം അതല്ല. ഇഫ് ദി ഹൈറ്റ് ഓഫ് ദി ലിക്വിഡ് അപ്പിയേഴ്സ് ടു ബി h/2 എന്ന് പറഞ്ഞാൽ, ഹാഫ് ഓഫ് ദി ഹൈറ്റ് ഓഫ് ദി കണ്ടെയ്നർ എന്ന് പറഞ്ഞാൽ അത് ശരിയായിരുന്നു. പക്ഷേ കണ്ടെയ്നർ അപ്പിയേഴ്സ് ടു ബി ഹാഫ് ഫിൽഡ് എന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഹൈറ്റ് y/n ആണ്, അത് ആക്ച്വലി ഉള്ള എം ടി പോർഷൻ്റെ ഹൈറ്റിന് ഈക്വൽ ആയിരിക്കണം. അപ്പോൾ h-y is equal to y/n, അതാണ് ഇക്വേഷൻ. സോ h is equal to y into റൈറ്റ് സൈഡിലോട്ട് കൊണ്ടാൽ 1 + 1/n വരും. ദാറ്റ് ഈസ് n + 1/n into y എന്ന് വരും. അപ്പോൾ y is equal to n into h/n + 1. അപ്പോൾ അതാണ് ജനറൽ ഇക്വേഷൻ. അപ്പോൾ y is equal to nh/n + 1. ഇനി എന്നിൻ്റെ വാല്യൂ എത്രയാണ്? വാട്ടറാണ്. വാട്ടറിൻ്റെ റിഫ്രാക്റ്റൻസ് 4/3 തന്നിട്ടുണ്ട്. അപ്പോൾ n 4/3, h നമുക്കറിയാം 21 ഡിവൈഡഡ് ബൈ 4/3 + 1 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു LCM എടുക്കുമ്പോൾ ഇവിടെ 4 + 3 7 വരും. അപ്പോൾ 3 ക്യാൻസലായി പോവും. 4 into 21 ഡിവൈഡഡ് ബൈ 7 വരും. അപ്പോൾ 21/7 നമുക്കറിയാം 3 ആണ്. 3 into 4 12 വരും. അപ്പോൾ ആൻസർ ഓപ്ഷൻ 4 ആണ് വരുന്നത്, 12 meter. മനസ്സിലായല്ലോ? അപ്പോൾ നെക്സ്റ്റ് 25ാമത്തെ ചോദ്യം. എ പെർഫെക്റ്റ് യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ് ഈസ് പെർഫോംഡ് യൂസിംഗ് ലൈറ്റ് ഓഫ് വേവ് ലെങ്ത് ലാംഡ. സെപ്പറേഷൻ ബിറ്റ്വീൻ ദി സ്ലിറ്റ്സ് ഈസ് d. The angular position of a point on the screen where intensity is 1/4 the maximum intensity on the screen is. അപ്പോൾ നമുക്ക് ഇൻറ്റൻസിറ്റി അറ്റ് എ പോയിന്റ് ഓൺ ദി സ്ക്രീൻ നമുക്ക് തന്നിട്ടുണ്ട്. I is equal to I maximum into cos square 5/2. അപ്പോൾ അതാണ് ജനറൽ ഇക്വേഷൻ. ഇൻറ്റൻസിറ്റി I is equal to I maximum into cos square 5/2. I എത്രയാണ്? 1/4 ഓഫ് ദി I maximum. അപ്പോൾ ഐക്ക് പകരം I maximum by 4 കൊടുക്കാം. അപ്പോൾ I maximum രണ്ട് സൈഡിൽ നിന്ന് ക്യാൻസലായി പോവും. അപ്പോൾ 1/4 into cos square 5/2 വരും. അപ്പോൾ റൂട്ട് എടുത്താൽ cos 5/2 is equal to 1/2 വരും. അപ്പോൾ cos 5/2 1/2 ആണ്. അപ്പോൾ cos θ 1/2 ആണെങ്കിൽ നമുക്കറിയാം തീറ്റ എത്രയാണ്? തീറ്റയുടെ വാല്യൂ നമുക്കറിയാം π/3 വരും. അപ്പോൾ 5 is equal to 2π/3 വരും.
അപ്പോൾ ഫേസ് ഡിഫറൻസ് അറ്റ് ദി പോയിന്റ് 2π/3 ആണ്. അപ്പോൾ ഫേസ് ഡിഫറൻസ് കിട്ടിയാൽ നമുക്ക് പാത്ത് ഡിഫറൻസ് കണ്ടുപിടിക്കാമല്ലോ. പാത്ത് ഡിഫറൻസ് ഡെൽറ്റ എക്സ് ഈസ് ഈക്വൽ ടു ഇപ്പോൾ λ/2π ഇൻറ്റു ഫേസ് ഡിഫറൻസ്. ദാറ്റ് ഈസ് λ/2π ഇൻറ്റു ഫേസ് ഡിഫറൻസ് നമുക്ക് തന്നിട്ടുണ്ട് എത്ര 2π/3 ആണ്. λ/2π ഇൻറ്റു 5 എന്നാണ് കേട്ടോ. 5 ഫേസ് ഡിഫറൻസ് 5 2π/3 ദാറ്റ് ഈസ് λ/3 വരും. അപ്പോൾ പാത്ത് ഡിഫറൻസ് അറ്റ് ദി പോയിന്റ് ഡെൽറ്റ എക്സിസിൽ λ/3 കണ്ടുപിടിക്കേണ്ടത് എന്നതാ, നമുക്ക് അതിനോട് ആംഗുലർ പൊസിഷനാണ്. ആംഗുലർ പൊസിഷൻ്റെ ഇക്വേഷൻ നമുക്കറിയാം d sin θ ഈസ് ഈക്വൽ ടു ഡെൽറ്റ എക്സ്, ശരിയല്ലേ? അപ്പോൾ d sin θ പാത്ത് ഡിഫറൻസ് d sin θ ആണ്. അപ്പോൾ ആ d sin θ നമുക്ക് ഡെൽറ്റ എക്സിന് ഈക്വൽ നമുക്കറിയാം. അപ്പോൾ പാത്ത് ഡിഫറൻസ് d sin θ ഈസ് ഡെൽറ്റ എക്സ് ഓർ sin θ ഈസ് ഡെൽറ്റ എക്സ്/d. ഡെൽറ്റ എക്സ് എത്രയാ λ/3 ആണ് ഡിവൈഡഡ് ബൈ d വരും. അപ്പോൾ θ ഈസ് സൈൻ ഇൻവേഴ്സ് λ/3d വരും. അപ്പോൾ ആൻസർ ഓപ്ഷൻ 3 ആണ് വരുന്നത്. മനസ്സിലായല്ലോ? 26ാമത്തെ ചോദ്യം, ഐഡൻറ്റിഫൈ ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. നമുക്ക് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ചോദ്യം. അപ് ടു ഫ്രണ്ടൽ ഡിസ്റ്റൻസ് ഇൻ ഫ്രണ്ട് ഓഫ് എ നാരോ സ്ലിറ്റ് റേ ഓപ്റ്റിക്സ് ഡോമിനേറ്റ്സ് ഓവർ വേവ് ഓപ്റ്റിക്സ്. അപ്പോൾ അത് നമുക്കറിയാം. വേവ് ഓപ്റ്റിക്സ് റേ ഓപ്റ്റിക്സിൻ്റെ ലിമിറ്റിംഗ് കണ്ടീഷനൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ടു നിയർ ബൈ ഒബ്ജക്ട്സ് ആർ സെറ്റ് ടു ബി ജസ്റ്റ് റിസോൾവ്ഡ് by an optical instrument when the central maximum of diffraction pattern of one object lies at the position where the first secondary minimum of the other object lies. അപ്പോൾ നമുക്കറിയാം റെയലൈസ് ലോ ഓഫ് റിസോൾവിങ് കണ്ടീഷൻ, ഒരാളുടെ ഫസ്റ്റ് മാക്സിമത്തിൻ്റെ പൊസിഷനിൽ രണ്ടാമത്തെ ആളുടെ സെക്കൻഡറി മിനിമം എങ്കിലും വന്നാൽ മതി. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. When polarization is done by reflection, polarized light consists of vibrations which are perpendicular to the plane of incidence. അപ്പോൾ നമുക്കറിയാം ശരിയാ, പ്ലെയിൻ ഓഫ് ഇൻസിഡൻസിന് പാരലായിട്ടുള്ള വൈബ്രേഷൻ നടത്തും, അബ്സോർബ് ചെയ്യും. ബാക്കിയുള്ളതാണ് നമ്മൾ ഔട്ട്സൈഡിൽ വരെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് മാലസ് ലോ ഈസ് വാലിഡ് ഓൺലി ഫോർ ക്രിസ്റ്റൽസ് വിച്ച് ബിഹേവ്സ് ആസ് അനലൈസേഴ്സ് ആൻഡ് നോട്ട് ഫോർ ക്രിസ്റ്റൽസ് വിച്ച് ബിഹേവ്സ് ആസ് പോളറൈസേഴ്സ്. അപ്പോൾ നമുക്കറിയാം അത് തെറ്റാണ്. നമുക്ക് മാലസ് ലോ എടുക്കുമ്പം അത് ആർക്കൊക്കെ പറ്റും? പോളറൈസറിനും അനലൈസറിനും എല്ലാം പറ്റുന്ന ഇക്വേഷൻസ് ആണ്. അല്ലെങ്കിൽ പോളറൈസർ ലൈറ്റിനും അൺപോളറൈസർ ലൈറ്റിനും എല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നമുക്കറിയാം. അപ്പോൾ ആൻസർ ഓപ്ഷൻ 4 ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ബാക്കി 3 സ്റ്റേറ്റ്മെൻറ്റുകളും ശരിയാണ്. അപ്പോൾ നമുക്ക് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ആൻസർ ഓപ്ഷൻ 4 ആണ് വരിക. അപ്പോൾ അടുത്തത് ആൻ എലമെൻറ്റ് എ ഡീക്കേസ് ഇൻറ്റു എലമെൻറ്റ് സി ബൈ 2 സ്റ്റെപ്പ് പ്രോസസ്. എ ബി പ്ലസ് H2 4 ആയിട്ട് മാറി. അപ്പോൾ അവിടെ H2 4 ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് എയുടെ ആറ്റമിക് നമ്പർ ഇസഡും മാസ് നമ്പർ എയും ആണെങ്കിൽ ന്യൂക്ലിയർ റിയാക്ഷൻസ് നോക്കാൻ നമുക്ക് 2 സൈഡിലും മാസ് നമ്പർ ആറ്റമിക് നമ്പർ കൺസർവ്ഡ് ആയിരിക്കണം. ഇവിടെ 2 ആണ്. അപ്പോൾ ബിയുടെ ആറ്റമിക് നമ്പർ നമുക്കറിയാം Z-2 ആണ്. ആറ്റമിക് മാസ് നമ്പർ A-4 വരും. കാരണം നോക്കിയാൽ ഇവിടെ 2 ഉണ്ട്. റൈറ്റ് സൈഡിലെ ടോട്ടൽ ആറ്റമിക് നമ്പർ Z ആയിരിക്കണം. അപ്പോൾ ഇവിടെ +2 വരുമ്പോൾ ഇവിടെ Z-2 വരണം. അപ്പോൾ Z-2 + 2 നമുക്ക് Z വരും. ഇവിടെ മാസ് നമ്പർ 4 ആകുമ്പോൾ ഇവിടെ A-4 വരും, നമുക്കറിയാം. അടുത്ത ബി എന്താ ചെയ്യുന്നത്? ബിയുടെ ആറ്റമിക് നമ്പർ Z-2 A-4. അത് സിയും 2 ഇലക്ട്രോണും എമിറ്റ് ചെയ്തു. ഇലക്ട്രോണിൻ്റെ പ്രത്യേകത നമുക്കറിയാം, അതിൻ്റെ മാസ് നമ്പർ 0 ആണ്. കാരണം ഇലക്ട്രോണിൻ്റെ മാസ് വളരെ വളരെ കുറവാണ് കമ്പയർഡ് ടു പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺ. ദെർഫോർ മാസ് നമ്പർ ഓഫ് ഇലക്ട്രോൺ ഈസ് കൺസിഡർഡ് ടു ബി 0 ആൻഡ് ചാർജ് നമ്പർ ഓഫ് electron is considered to be -1 or atomic number of electron is -1 because charge of the electron is equal to charge of the proton but opposite sign. അപ്പോൾ പ്രോട്ടോണിൻ്റെ ആറ്റമിക് നമ്പർ 1 ആണെങ്കിൽ ഇലക്ട്രോണിൻ്റെ -1 വരും. അപ്പോൾ ഇവിടെ 2 ഇലക്ട്രോൺ ഉണ്ടപ്പോൾ -2 വന്നല്ലോ. -2 വന്നതുകൊണ്ട് ഇവിടെ എത്ര വരണം? Z-2 + 2 വരണം. അപ്പോൾ Z വരും. അതായത് ഇവിടെ Z-2 ആണെങ്കിൽ റൈറ്റ് സൈഡിലും Z-2 വരും. ഇവിടെ -2 ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഇവിടെ Z വന്നാലേ Z-2 വരത്തുള്ളൂ. അപ്പോൾ ഇവിടെ ആറ്റമിക് നമ്പർ Z. മാസ് നമ്പർ മാറ്റമുണ്ടോ? ഇല്ല, റിമൈൻസ് അൺചേഞ്ച്ഡ് ആണ് A-4. അപ്പോൾ A ആൻഡ് C ആർ ഐസോട്ടോപ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എയും സിയും ഐസോട്ടോപ്സ് ആണോ? അപ്പോൾ നോക്കിയാൽ ഐസോട്ടോപ്സ് ആകുമ്പം ആറ്റമിക് നമ്പർ സെയിം ആയിരിക്കണം. ഇവിടെ ആറ്റമിക് നമ്പർ എയുടെ എത്ര Z ആണ്, സിയുടെ എത്ര Z ആണ്. അപ്പോൾ എയും സിയും ഐസോട്ടോപ്സ് ശരിയാണ്. അപ്പോൾ എ ആൻഡ് സി ആർ ഐസോബാർസ് നോക്കേണ്ട ആവശ്യമില്ല, തെറ്റാണ്. മാസ് നമ്പർ സെയിം ആകുമ്പോഴാണ് ഐസോബാർ വരുന്നത്. എ ആൻഡ് ബി ആർ ഐസോട്ടോപ്പ്. എയുടെയും ബിയുടെയും ആറ്റമിക് നമ്പർ ഡിഫറെൻ്റ് ആണ്, അപ്പോൾ ഐസോട്ടോപ്സ് അല്ല. എ ആൻഡ് ബി ആർ ഐസോബാർസ്.
അപ്പോൾ എയും ബി എന്ന് നോക്കിയാൽ എയുടെ ബിയുടെ മാസ് നമ്പേഴ്സ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഐസോബാർ തെറ്റാണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഏത് മാത്രമേ ഉള്ളൂ? ഫസ്റ്റ് ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. സോ റേഡിയസ് ഓഫ് അലുമിനിയം ഈസ് ഗിവൺ. റേഡിയസ് ഓഫ് അനദർ ന്യൂക്ലിയസ് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കറിയാം റേഡിയസിൻ്റെ പ്രത്യേകത എന്താ? റേഡിയസ് പ്രപ്പോർഷണൽ ടു എ റേസ് ടു 1/3 ആണ്. R പ്രപ്പോർഷണൽ ടു എ റേസ് ടു 1/3. അപ്പോൾ R T ഡിവൈഡഡ് ബൈ R AL ഈസ് ഈക്വൽ ടു ഒരു A2/A1 ഹോൾ റേസ് ടു 1/3 എന്നങ്ങ് എടുക്കാം. RT/RAL എടുക്കുമ്പം ടിയുടെ മാസ് നമ്പർ ഡിവൈഡഡ് ബൈ അടുത്തതിൻ്റെ മാസ് നമ്പർ ഹോൾ റേസ് ടു 1/3 വരും. A2 നമുക്ക് എത്രയാണ്? ഇവിടെ 125 ആണ് വരുന്നത്. ഇവിടെ മാസ് നമ്പർ എത്ര? 27 ആണ് വരുന്നത്. അപ്പോൾ റേസ് ടു 1/3 ദാറ്റ് ഈസ് ഈക്വൽ ടു 5/3 വരും. അപ്പോൾ ആൻസർ എത്രയാണ്? RAL ഇൻറ്റു 5/3 വരും. അപ്പോൾ ആൻസർ ഓപ്ഷൻ 2 ആണ് വരുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ അടുത്ത 29ാമത്തെ ചോദ്യം. ഫോർ പാരലൽ ബീം ഓഫ് മോണോക്രോമാറ്റിക് ലൈറ്റ് ഓഫ് വേവ് ലെങ്ത് ലാംഡ, diffraction is produced by a single slit whose width is of the wavelength of the light. If d is the distance of the screen from the slit, then width of the central maximum will be. Width of the central maximum നമുക്ക് ഇക്വേഷൻ ഡയറക്റ്റ് അറിയാവുന്നതാണ്. 2 lambda d by AL. അപ്പോൾ അത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ 1 വരും. അടുത്ത 30ാമത്തെ ചോദ്യം. എ പാരലൽ പ്ലേറ്റ് എയർ കപ്പാസിറ്റർ ഹാസ് കപ്പാസിറ്റി C. The distance of separation between plates is d and potential difference B is applied between the plates. Force of attraction between the plates of the parallel plate air capacitor is. അപ്പോൾ നമുക്ക് രണ്ട് പാരലൽ പ്ലേറ്റ് അറേഞ്ച്മെൻറ്റിൻ്റെ കപ്പാസിറ്ററാണ് തന്നിരിക്കുന്നത്. കപ്പാസിറ്റൻസ് C, സെപ്പറേറ്റഡ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് D, ഏരിയ ഓഫ് ദി പ്ലേറ്റ്സ് A. അപ്പോൾ കപ്പാസിറ്റൻസിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം ε0 A/d വരും. അപ്പോൾ അതാണ് കപ്പാസിറ്റൻസിൻ്റെ ഇക്വേഷൻ. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഒരു ബാറ്ററി ഉപയോഗിച്ച് ചാർജ് ചെയ്തു. ആ ചാർജിൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമുക്ക് V എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് ബിറ്റ്വീൻ ദി പ്ലേറ്റ്സ് കണ്ടുപിടിക്കണം. ഫോഴ്സ് ബിറ്റ്വീൻ ദി പ്ലേറ്റ്സ് കണ്ടുപിടിക്കുമ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ജനറലി ഇതിലൊരു പോസിറ്റീവ് ചാർജ് ഡെൻസിറ്റിയാണ് സിഗ്മ എന്ന് വിചാരിക്കാം. അപ്പോൾ അടുത്ത ഐഡൻറ്റിക്കൽ ആയതുകൊണ്ട് -σ വരും. ഒരു +σ -σ ചാർജ് ഡെൻസിറ്റിയിലുള്ള രണ്ട് പാരലൽ ഷീറ്റ്സ് ഓഫ് കണ്ടക്ടേഴ്സാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഫോഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? നമുക്കറിയാം ഒരു മാർഗം ഒരാളുടെ ഇലക്ട്രിക് ഫീൽഡാണ് അടുത്ത ആൾക്ക് ഫോഴ്സ് കൊടുക്കുന്നത്. അപ്പോൾ ഫോഴ്സ് കാണാൻ വേണ്ടിയിട്ട് 1 ഓഫ് ദി ചാർജ് ഇൻറ്റു ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു അതർ ചാർജ് എടുക്കണം. അപ്പോൾ Q ഇൻറ്റു E എടുക്കാം. Q എന്ന് പറയുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു ചാർജ് എടുക്കുക, അത് Q തന്നെയാണ്. ഇലക്ട്രിക് ഫീൽഡ് എടുക്കുമ്പോൾ അടുത്ത ആൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫീൽഡാണ്. ഇവിടെ തിൻ ഷീറ്റ് ഓഫ് ചാർജ് ആണ്, അതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് σ/2 ε0 ആണ് നമുക്കറിയാം. സിഗ്മയ്ക്ക് പകരം Q/A കൊടുക്കുക. അപ്പോൾ Q/2A ε0. ഇതാണ് നമുക്ക് ഫോഴ്സിൻ്റെ ഇക്വേഷൻ. Q² ഡിവൈഡഡ് ബൈ 2A ε0. ഇനി Qക്ക് പകരം നമുക്ക് വേണമെങ്കിൽ എന്ത് കൊടുക്കാം? CV കൊടുക്കാം. അപ്പോൾ C² V²/2 ε0A വരും. അപ്പോൾ Q² പകരം QCV എന്ന് കൊടുത്തപ്പോൾ C² V²/2 ε0A. ഇതൊക്കെ കപ്പാസിറ്റൻസിൻ്റെ ഇക്വേഷൻ ε0 A/d ആണ്. അപ്പോൾ ε0 ഇൻറ്റു A എന്ന് പറയുന്ന C ഇൻറ്റു D എന്നെടുക്കാം. അപ്പോൾ ഇവിടെ ഒരു ε0 A ഉണ്ടല്ലോ, അപ്പോൾ അതിന് പകരം നമുക്ക് C ഇൻറ്റു D കൊടുത്തു. അപ്പോൾ C V²/2D വരും. അപ്പോൾ അതാണ് ആൻസർ, C V²/2D. അപ്പോൾ ആൻസർ ഓപ്ഷൻ 3 ആണ് വരുന്നത്. അടുത്ത 31st ക്വസ്റ്റ്യൻ. എ സർക്യൂട്ട് കണ്ടെയ്ൻസ് an ammeter, a battery of 30 volt and a resistance 40.8 ohm. All are connected in series. If the ammeter has a coil of resistance 480 ohm and a shunt of 20 ohm, the reading in the ammeter will be. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു സർക്യൂട്ടിൽ ഒരു ബാറ്ററി ഉണ്ട്. അപ്പോൾ ആ ബാറ്ററിയുടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓർ EMF തന്നിട്ടുണ്ട് 30 വോൾട്ട് ആണ്. നമ്മൾ എന്ത് ചെയ്തൊരു റെസിസ്റ്റൻസ് ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്, അത് 40.8 ohm. പിന്നെ പറഞ്ഞിരിക്കുന്നത് എന്തുവാ? ദി അമീറ്റർ ഹാസ് എ കോയിൽ ഓഫ് റെസിസ്റ്റൻസ് 480 ohm ആൻഡ് ഷണ്ട് ഓഫ് 20 ohm. അപ്പോൾ അമീറ്ററിനെ നമുക്ക് എന്ത് കൺസിഡർ ചെയ്യണം? അമീറ്ററിൻ്റെ റെസിസ്റ്റൻസ് 480ഉം ഷണ്ട് റെസിസ്റ്റൻസ് 20ഉം ഉള്ള പാരലൽ കോമ്പിനേഷനായിട്ട് എടുക്കണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ റീഡിങ് ഓഫ് ദി അമീറ്റർ. അപ്പോൾ അമീറ്റർ നമുക്കറിയാം ഇവിടെ സർക്യൂട്ടിലെ കറണ്ട് മെഷർ ചെയ്യുന്ന ഡിവൈസാണ്. അപ്പോൾ ആ അമീറ്ററിൻ്റെ റീഡിങ് കണ്ടുപിടിക്കാം. അപ്പോൾ ഇതാണ് സിറ്റുവേഷൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ സർക്യൂട്ടിൽ കൂടെയുള്ള കറണ്ട് കണ്ടുപിടിച്ചാൽ ആൻസർ കിട്ടും. കറണ്ട് കണ്ടുപിടിക്കുമ്പോൾ എന്ത് ചെയ്യണം? ഈ റെസിസ്റ്റൻസ് എടുക്കുമ്പോൾ 480 20 ohm പാരലലാണ്. പാരലൽ കോമ്പിനേഷൻ ആണെങ്കിൽ നമുക്കറിയാം 1/RP = 1/R1 + 1/R2 ആണ്.
R1 പകരം 480 കൊടുക്കാം, R2 പകരം 20 കൊടുക്കാം. അപ്പോൾ 1/480 പ്ലസ് 1/20 വരും. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 480 പ്ലസ് 20 നമുക്ക് 500 വരും. ഡിവൈഡഡ് ബൈ 480 ഇൻറ്റു 20 വരും. ഇതാണ് നമുക്ക് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ. ഇത് 1/RP ആണ്. അപ്പോൾ അതിനാണ് RP കണ്ടുപിടിക്കുക. അപ്പോൾ ടോട്ടൽ റെസിസ്റ്റൻസ് കാണാൻ എന്ത് ചെയ്യണം? 40.8 പ്ലസ് RP എടുക്കണം. നമുക്ക് ആ പാരലൽ കോമ്പിനേഷൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക. അപ്പോൾ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കിട്ടിയാൽ നമുക്ക് ഇതിനകത്ത് ആൻസർ ഒബ്റ്റെയിൻ ചെയ്യാം. അപ്പോൾ എഫക്റ്റീവ് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പം അത് 60 ഓം എന്ന് കിട്ടും. ഇത് ടോട്ടലി 60 ഓം ആണ്. അപ്പോൾ കറണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് I = V/R എടുക്കണം. അപ്പോൾ V എടുക്കുമ്പോൾ നമുക്ക് നോക്കി 30 ആണ്, R 60 ആണ്. അപ്പോൾ 30/60 1/2 0.5 ആംപിയർ വരും. അപ്പോൾ ആൻസർ ഓപ്ഷൻ 2 വരും. അപ്പോൾ അടുത്തത് 32ാമത്തെ ചോദ്യം. എ ഫോട്ടോ ഇലക്ട്രിക് സർവീസ് ഈസ് ഇലുമിനേറ്റഡ് സക്സസീവ്ലി ബൈ മോണോക്രോമാറ്റിക് ലൈറ്റ് ഓഫ് വേവ് ലെങ്ത് λ ആൻഡ് λ/2. ദി മാക്സിമം കൈനറ്റിക് എനർജി ഓഫ് ദി എമിറ്റഡ് ഫോട്ടോ ഇലക്ട്രോൺസ് ഇൻ ദി സെക്കൻഡ് കേസ് ഈസ് 3 times that in the first കേസ്. അങ്ങനെയാണെങ്കിൽ വർക്ക് ഫംഗ്ഷൻ ഓഫ് ദി സർവീസ് ഓഫ് ദി മെറ്റീരിയൽ കാണാം. നമുക്ക് 2 സിറ്റുവേഷൻ ഉണ്ട്. ആദ്യം ഫസ്റ്റ് കേസ് എടുക്കാം. നമുക്കറിയാം ഇവിടെ ഐൻസ്റ്റൈൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ ആണ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇൻസിഡൻറ്റ് എനർജി hν ഓർ hc/λ, വേവ് ലെങ്ത് ലാംഡയാണ്. അപ്പോൾ ഇൻസിഡൻറ്റ് എനർജി hc/λ ഇസ് ഈക്വൽ ടു വർക്ക് ഫംഗ്ഷൻ പ്ലസ് കൈനറ്റിക് എനർജി k. അപ്പോൾ അത് ഇക്വേഷൻ 1 എന്നെടുക്കാം. 5 വർക്ക് ഫംഗ്ഷൻ k ഇസ് കൈനറ്റിക് എനർജി. അപ്പോൾ രണ്ടാമത്തെ കേസിൽ എന്ത് സംഭവിച്ചു? വേവ് ലെങ്ത് പകുതിയാക്കി. വേവ് ലെങ്ത് പകുതിയാക്കുമ്പോൾ നമുക്കറിയാം എനർജി ട്വൈസ് ആവുമല്ലോ. അപ്പോൾ അവിടെ 2 hc/λ വരും. ദാറ്റ് ഈസ് 5 പ്ലസ് കൈനറ്റിക് എനർജി എത്രയായിട്ട് മാറി? 3 times ഫസ്റ്റ് വാല്യൂ. അപ്പോൾ 3k കൊടുക്കുക. അപ്പോൾ അതാണ് ഇക്വേഷൻ 2. അപ്പോൾ 2 കേസിൽ നമ്മൾ എന്ത് ചെയ്തു? ഐൻസ്റ്റൈൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ എഴുതി. പിന്നെ നമ്മൾ ഇക്വേഷൻ 2 - 1 അങ്ങ് എടുത്താൽ ഇവിടെ 2 hc/λ മൈനസ് hc/λ hc/λ വരും. 5 ഡിഫറൻസ് എടുക്കുമ്പോൾ ക്യാൻസൽ ആയി. ഇപ്പോൾ 5 - 5 0 പ്ലസ് 3k - k 2k വരും. അപ്പോൾ hc/λ ഈസ് 2k എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? വർക്ക് ഫംഗ്ഷൻ കാണാനാണ്. അപ്പോൾ ഇക്വേഷൻ 1 എടുക്കുക. അപ്പോൾ ഇക്വേഷൻ കാണാൻ കിട്ടിയ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇക്വേഷൻ 1 hc/λ അതേപോലെ എടുക്കാം. ഇസ് ഈക്വൽ ടു 5യുടെ വാല്യൂ നമുക്ക് അറിയത്തില്ല. കൈനറ്റിക് എനർജി എടുക്കുമ്പം k ഇസ് ഈക്വൽ ടു hc/2λ. ഇവിടെ k ആണ്. അപ്പോൾ k hc/2λ ശരിയല്ലേ? അപ്പോൾ 5 is hc/λ മൈനസ് hc/2λ ദാറ്റ് ഈസ് hc/2λ തന്നെ വരും. അപ്പോൾ ആൻസർ ഓപ്ഷൻ 2 ആ വരും. അപ്പോൾ 5 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 5 is equal to hc/2λ വരും. അപ്പോൾ ആൻസർ ഓപ്ഷൻ 2. മനസ്സിലായല്ലോ? 33rd question. The energy of the base is of the order of 15 kilo-electron-volt. To watch part of the spectrum does it belong? അപ്പോൾ നമുക്കറിയാം എനർജി kilo-electron-voltൽ തന്നിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ ഫ്രീക്വൻസി വേവ് ലെങ്ത് കണ്ടുപിടിച്ചാൽ ഏത് വേവാന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും അല്ലേ? അപ്പോൾ വേവ് ലെങ്ത് കാണാൻ വേണ്ടി നമുക്ക് എളുപ്പത്തിൽ ചെയ്യാനുള്ള ഒരു മാർഗം λ ഈസ് ഈക്വൽ ടു 12400 ഡിവൈഡഡ് ബൈ എനർജി ഇൻ ഇലക്ട്രോൺ വോൾട്ട് ആംസ്ട്രിങ് വരും. അവിടെ 15 kilo-electron-volt ആണ്. അതിന് ഇലക്ട്രോൺ വോൾട്ടിലോട്ട് മാറ്റുമ്പോൾ 15 × 10⁻³ ഇലക്ട്രോൺ വോൾട്ട് വരും. അപ്പോൾ ഈക്ക് പകരം 15 × 10⁻³ കൊടുക്കുക. അതിനാണ് നമുക്ക് λ ആംസ്ട്രിങ്ങിൽ കണ്ടുപിടിക്കാം. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്താൽ നിയർലി അത് എക്സ്റേസിൻ്റെ റേഞ്ചിലായിരിക്കും വരുന്നത്. അപ്പം നമുക്കറിയാം ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിൽ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിൻ്റെ ഏകദേശം വേവ് ലെങ്ത് ഫ്രീക്വൻസിയൊക്കെ ഏകദേശം ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ അതിൻ്റെ ഓർഡർ ഇൻക്രീസിങ് ഡിക്രീസിങ് ഓർഡറിൽ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ അതിനകത്ത് നമുക്ക് ഇങ്ങനെയുള്ള ഇക്വേഷൻ സോൾവ് ചെയ്യാൻ പറ്റും. മനസ്സിലായല്ലോ? അപ്പോൾ അടുത്ത 34ാമത്തെ ചോദ്യം. എ റെക്ടാങ്കുലർ കോയിൽ ഓഫ് ലെങ്ത് 0.12 meter and width 0.1 meter having 50 turns of wire is suspended vertically in a uniform magnetic field. The coil carries a current of 2 ampere. The plane of the coil is inclined at an angle 30 degree with the direction of the field. The torque acting on the coil is. അപ്പോൾ നമ്മളോട് എന്താ പറഞ്ഞത്? ഒരു റെക്ടാങ്കുലർ കോയിലുണ്ട്. അതിൽ നമ്പർ ഓഫ് ടേൺസ് ഉണ്ട്. അപ്പോൾ അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ബി ഉണ്ട്. നമുക്കറിയാം മാഗ്നറ്റിക് ഫീൽഡ് ബിയും ഏരിയ വെക്ടറും എടുക്കുമ്പം ഏരിയ വെക്ടർ എയും ഇവിടെയുള്ള മാഗ്നറ്റിക് ഫീൽഡ് ബിയും അപ്പോൾ അവർ തമ്മിലുള്ള ആംഗിൾ തീറ്റ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ടോർക്കിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം NIAB sin തീറ്റ വരും. ഇവിടെ ക്വസ്റ്റിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്തുവാന്ന് നോക്കിയാൽ പ്ലെയിൻ ഓഫ് ദി കോയിൽ ഈസ് ഇൻക്ലൈൻഡ് അറ്റ് ആൻ ആംഗിൾ 30 degree ദ ഡയറക്ഷൻ ഓഫ് ദി ഫീൽഡ്.
അപ്പോൾ ഡിറക്ഷൻ ഓഫ് ദി ഫീൽഡും പ്ലെയിൻ ഓഫ് ദി സർഫസ് നമ്മൾ ആംഗിളാണ് 30 ഡിഗ്രി. മാറിപ്പോയിക്കരുത്. ഏരിയ വെക്ടറും മാഗ്നറ്റിക് ഫീൽഡും നമ്മൾ ആംഗിളാണ് നമ്മുടെ ഇക്വേഷനിൽ തീറ്റ. ഹിയർ പ്ലെയിൻ ഓഫ് ദി സർഫസ് മേക്സ് എൻ ആംഗിൾ 30 degree with the direction of the magnetic field. Here 30 plus theta should be 90 degree because area vector is perpendicular to surface. Therefore theta is 90 minus 30 60 degree വരും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതാണ്. അപ്പോൾ തീറ്റയുടെ വാല്യൂ 30 അല്ല 60 ഡിഗ്രിയാണ്. ബാക്കി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. n നമ്പർ ഓഫ് ടേൺസ് ഓഫ് 15 തന്നിട്ടുണ്ട്. കറണ്ടിൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് 2 ആംപിയർ. ഏരിയ കണ്ട് സൈഡ് ലെങ്തിൻ്റെ പ്രോഡക്റ്റ് എടുക്കണം. 0.12 ഇൻറ്റു 0.1 വരും. മാഗ്നറ്റിക് ഫീൽഡ് കാണുമ്പോൾ 0.2 എന്ന് തന്നിട്ടുണ്ട്. പിന്നെ sin 60 നമുക്കറിയാം √3/2 വരും. അപ്പോൾ ഇതാണ് നമുക്ക് സിറ്റുവേഷൻ ആയിട്ട് വരുന്നത്. പിന്നെ അത് സോൾവ് ചെയ്താൽ ആൻസർ കിട്ടും. ഇവിടെ 2 നമുക്ക് 1/2 ആയിട്ട് ക്യാൻസലായി പോയി. 50 ഇൻറ്റു 0.1 5 വരും. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു 0.12. 12 ഇൻറ്റു 5 നമുക്കറിയാം 60 ആണ്. അപ്പോൾ ഇത് 0.6 വരും. 0.6 ഇൻറ്റു 0.2 ഇൻറ്റു √3 വരും. അപ്പോൾ 0.6 ഇൻറ്റു 0.2 നമുക്കറിയാം 0.12 വരും. 0.12 ഇൻറ്റു √3 നമുക്കറിയാം നിയർലി 1.73 എടുക്കാം. 1.73 ഇൻറ്റു 0.2 വരും. അപ്പോൾ അതിനകത്ത് നമുക്ക് ആൻസർ ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. മനസ്സിലായല്ലോ? അപ്പോൾ ആൻസർ സോൾവ് ചെയ്താൽ നിയർലി 0.2 ന്യൂട്ടൺ മീറ്റർ വരും. അപ്പോൾ ആൻസർ ഓപ്ഷൻ 3 ആണ് വരുന്നത്. അപ്പോൾ അടുത്ത 37ാമത്തെ ചോദ്യം. 2 bodies bearing equal and opposite charges has a force F between them. Now they are connected by a conductor so that 25% of charge from one body flows to the other. Now the force between them. അപ്പോൾ നമുക്ക് 2 ഐഡൻറ്റിക്കൽ ചാർജസ് ഉണ്ട്. ക്യൂ അവരെ R സെപ്പറേഷനിൽ വെച്ചു. അവർ നമ്മളെ ഫോഴ്സിൻ്റെ ഇക്വേഷൻ 1/4πε0 Q²/R². നമ്മൾ ആ കൂളംസ് ലോ പഠിച്ചിട്ടുണ്ട്. ഫോഴ്സ് ബിറ്റ്വീൻ ദ 2 പോയിന്റ് ചാർജസ് ഇൻ വാക്യൂം എഫീസിൽ 1/4πε0 Q²/R². ഇത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഒരു ചാർജ് -Q അടുത്ത +Q ആണ് കേട്ടോ. 2 ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ്. അപ്പോൾ ഒന്ന് Q ആണെങ്കിൽ അടുത്ത -Q ആണ്. 25% ഓഫ് ചാർജ് ഫ്രം വൺ ബോഡി ഫ്ലോസ് ടു ദി അതർ. അപ്പോൾ ഈ ക്യൂവിൽ നിന്ന് 25% അല്ലെങ്കിൽ Q/4 കളഞ്ഞെന്ന് വിചാരിക്കും. ആ Q/4 -Qന് കൊടുത്തു. അപ്പോൾ ഈ രണ്ടാമത്തെ ചാർജിൻ്റെ വാല്യൂ ഇപ്പോൾ എത്ര വരും? Q ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് Q/4 കൊടുത്തു. അപ്പോൾ Q - Q/4 3Q/4 വരും. അപ്പോൾ ഒരു ചാർജ് എന്ന് പറയുന്നത് 3Q/4 ആണ്. ആ Q/4 ആർക്ക് കിട്ടും? -Qന് കിട്ടും. അപ്പോൾ -Qൻ്റെ പുതിയ ചാർജ് -Q പ്ലസ് അതിന് കിട്ടിയ ചാർജ് Q/4. അപ്പോൾ അതെത്ര വരും? -3Q/4 വരും. അപ്പോൾ സെപ്പറേഷൻ ബിറ്റ്വീൻ ദ ചാർജസ് സെയിം R തന്നെ എടുത്താൽ മതി. അപ്പോൾ പുതിയ ഫോഴ്സ് F' ഈസ് ഈക്വൽ ടു 1/4πε0 ഇൻറ്റു Q² പകരം നമ്മൾ മാഗ്നിറ്റ്യൂഡ് എടുത്താൽ മതി. 3Q/4 ഇൻറ്റു 3Q/4 എത്രയാണ്? 3 ഇൻറ്റു 3 9 വരും. Q² / 4 ഇൻറ്റു 4 16 വരും. അപ്പോൾ 1/4πε0 9 Q²/16 വരും. 1/4πε0 16/R² ഉണ്ട് കേട്ടോ. അതിന് 1/4πε0 Q²/R² എന്തുവായിരുന്നു? ആദ്യത്തെ ഫോഴ്സ് F ആണ്. അപ്പോൾ F/16 ഇൻറ്റു 9 വരും. ഇപ്പോൾ 9F/16 ശരി. അവിടെ 9/16 ആണ് അഡീഷണൽ ആയിട്ട് വരുന്നത്. അപ്പോൾ 9F/16 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത 36ാമത്തെ ചോദ്യം. A negative charge is entering parallel to a uniform electric field existing in a region. The work done by the field on the charge can be. അപ്പോൾ നമുക്ക് സിറ്റുവേഷൻ മനസ്സിലായാലോ. ഒരു ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ ആ ഇലക്ട്രോണിൻ്റെ ചാർജ് ആണ്, വിച്ച് ഈസ് മൂവിങ് വിത്ത് എ വെലോസിറ്റി v. അവിടെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ പ്രത്യേകത എന്തുവാ? ഇലക്ട്രിക് ഫീൽഡ് എക്സിസ്റ്റിംഗ് ഇൻ ദ റീജിയൻ പാരലൽ ടു ദി ഇലക്ട്രിക് ഫീൽഡാണ് വെലോസിറ്റി വരുന്നത് അല്ലേ. ഇപ്പോൾ ഇലക്ട്രിക് ഫീൽഡും വെലോസിറ്റിയും പാരലലാണ്. അപ്പോൾ നമുക്കറിയാം ഒരു നെഗറ്റീവ് ചാർജ് ഒരു ഇലക്ട്രിക് ഫീൽഡിൽ വെച്ചാൽ അതിലൊരു ഫോഴ്സ് ഉണ്ടാവും. ആ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അപ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് E വരും. അപ്പോൾ നെഗറ്റീവ് ചാർജ് ഇലക്ട്രിക് ഫീൽഡിൽ വെച്ചാൽ നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഫോഴ്സ് വെലോസിറ്റിക്ക് ഓപ്പോസിറ്റ് ആണ്. കാരണം ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓൺ നെഗറ്റീവ് ചാർജസ് ഓപ്പോസിറ്റ് ടു ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ നമുക്കറിയാം ആദ്യം സ്പീഡിന് എന്നാ സംഭവിക്കും? കുറയും. അപ്പോൾ സ്പീഡ് കുറഞ്ഞ് റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ നമുക്കറിയാം ഇവിടെ എവിടെയെങ്കിലും വരുമ്പോൾ വെലോസിറ്റി 0 ആവാം. അപ്പോൾ അതിനുശേഷം അത് തിരിച്ചു പോകും.
അപ്പോൾ ആദ്യം നോക്കുക, ആദ്യം ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് റൈറ്റ് സൈഡിലേക്ക് പോകുന്നു. അപ്പോൾ റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ സ്പീഡ് കുറയും, ആക്സലറേഷൻ അതിൻ്റെ ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ ആക്സലറേഷൻ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് വെലോസിറ്റി കുറയും. അതുപോലെ വർക്ക് ഡൺ ബൈ ദി ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് നെഗറ്റീവാണ്. ഇത് നമുക്കിവിടെ വെലോസിറ്റി 0 ആയിട്ട് തിരിച്ചു വരാം. തിരിച്ചു വരുമ്പോൾ വർക്ക് ഡൺ പോസിറ്റീവാണ്. കാരണം തിരിച്ചു വരുമ്പോൾ ഇലക്ട്രിക് ഫോഴ്സ് ലെഫ്റ്റ് സൈഡിലേക്ക്, മോഷനും ലെഫ്റ്റ് സൈഡിലേക്ക്, ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും സെയിം ഡയറക്ഷനിലാണ്. ദർഫോർ വർക്ക് ഡൺ ഈസ് പോസിറ്റീവ്. അപ്പോൾ ഇവിടെ വർക്ക് ഡൺ എത്രയൊക്കെ വരാം? 0 വരാം, പോസിറ്റീവ് വരാം, നെഗറ്റീവ് വരാം. അപ്പോൾ ഈ ജസ്റ്റ് ഇവിടെ ഇൻസ്റ്റൻറ്റിൽ വെലോസിറ്റി 0 ആണ്. ആ ഇൻസ്റ്റൻറ്റിൽ ചെയ്യുന്ന വർക്ക് ഡൺ 0 ആണ്. അപ്പോൾ നമുക്ക് ഓൾവേസ് പോസിറ്റീവ് തെറ്റാണ്, ഓൾവേസ് നെഗറ്റീവ്, ഓൾവേസ് 0 തെറ്റാണെന്ന് നമുക്കറിയാം. അപ്പം ക്യാൻ ബി നെഗറ്റീവ് എന്നുള്ള ശരിയാണ്. നെഗറ്റീവ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആൻസർ ഓപ്ഷൻ 3 വരും. മനസ്സിലായല്ലോ? The 37th question. The length of a given cylindrical wire is increased by 100%. Due to consequent decrease in diameter, change in the resistance of the wire will be. അപ്പോൾ നമുക്കറിയാം, നമ്മളൊരു വയർ എടുത്തു. അപ്പോൾ ആ വയറിൻ്റെ ലെങ്ത്ത് L, ക്രോസ് സെക്ഷണൽ ഏരിയ A ഓർ ഡയമീറ്റർ D. നമ്മളതിനെ എന്ത് ചെയ്യുന്ന പറഞ്ഞേക്കുന്നത്? ലെങ്ത് ഓഫ് ദി ഗിവൺ സിലിണ്ടർ ഈസ് ഇൻക്രീസ്ഡ് ബൈ 100%. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഡിക്രീസ് ഇൻ ഡയമീറ്റർ, ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് ഓഫ് ദി വയർ കണ്ടുപിടിക്കണം. ഡ്യൂ ടു കൺസിക്വൻറ്റ് ഡിക്രീസ് ഇൻ ഡയമീറ്റർ ചേഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മളതിനെ എന്ത് ചെയ്യുന്നു? നമ്മളതിനെ സ്ട്രെച്ച് ചെയ്തെന്ന് വിചാരിക്കണം. അപ്പോൾ സ്ട്രെച്ച് ചെയ്യുമ്പോൾ വോളിയം കോൺസ്റ്റൻ്റ് ആണ്. ആ വോളിയം കോൺസ്റ്റൻ്റ് ആക്കി നിർത്തിയിട്ട് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. അതാണ് സിറ്റുവേഷൻ. അപ്പോൾ നമ്മൾ സ്ട്രെച്ച് ചെയ്ത് ലെങ്ത് കൂട്ടി, അപ്പോൾ ക്രോസ് സെക്ഷണൽ ഏരിയ ഡയമീറ്റർ കുറയും. അപ്പോൾ വോളിയം കോൺസ്റ്റൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ വോളിയം കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമുക്ക് റെസിസ്റ്റൻസിൻ്റെ ചേഞ്ചാണ് കണ്ടുപിടിക്കേണ്ട. റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ എന്തുവായിരുന്നു? റോ L/A ആണ്. അപ്പോൾ റെസിസ്റ്റിവിറ്റിയാണ്, L ലെങ്ത്, A ക്രോസ് സെക്ഷണൽ ഏരിയ ആണ്. അപ്പോൾ റോ നമുക്കറിയാം യൂണിഫോം ആണ്. അപ്പോൾ R പ്രൊപ്പോർഷണൽ ടു L/A വരും. അപ്പോൾ വോളിയം കോൺസ്റ്റൻ്റ് ആണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം A/L കോൺസ്റ്റൻ്റാണ്. അപ്പോൾ നമുക്ക് ഇതിനെ സ്ട്രെച്ച് ചെയ്തു ലെങ്ത്ത് 1/n ടൈംസ് ആയി എന്ന് വിചാരിക്കാം. അപ്പോൾ ഏരിയ എടുക്കുമ്പം A'/L/n വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു A/L. സോ A' ഈസ് ഈക്വൽ ടു N/N/L. അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് ജനറലി എഴുതുമ്പോൾ സ്ട്രെച്ച് ചെയ്ത് ലെങ്ത് കൂട്ടി എന്ന് വിചാരിക്കാം. അപ്പോൾ ലെങ്ത് N ടൈംസ് ആയിട്ട് മാറി. അപ്പോൾ A' പുതിയ ലെങ്ത് N/L ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു പഴയ ഏരിയ A/L വരും. അപ്പോൾ A' ഈസ് ഈക്വൽ ടു A/n വരും. ശരിയല്ലേ? അപ്പോൾ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ എടുക്കുമ്പോൾ പുതിയ വാല്യൂ റോ R' ഈസിൽ റോ ഇൻറ്റു, അതിന് മാറ്റമില്ല. Lന് പകരം N, L, Aക്ക് പകരം A/n, ദാറ്റ് ഈസ് N² റോ L/A വരും. സോ A' ഈസ് ഈക്വൽ ടു N² ഇൻറ്റു A. ശരിയല്ലേ? അപ്പോൾ റെസിസ്റ്റൻസ് നമ്മൾ സ്ട്രെച്ച് ചെയ്ത് N ടൈംസ് ആക്കിയാൽ ഏരിയ അല്ല, മാറിപ്പോയി അല്ലേ? അപ്പോൾ റെസിസ്റ്റൻസ് R' ഈസ് ഈക്വൽ ടു N² R വരും. ഇതാണ് നമുക്ക് റിലേഷൻ. ശ്രദ്ധിച്ചോണം. ഇനി നമ്മൾ എന്താ പറഞ്ഞേക്കുന്നത്? ലെങ്ത് ഓഫ് ദി വയർ ഇൻക്രീസസ് ബൈ 100%. ലെങ്ത് 100% കൂടി. അപ്പോൾ എന്ത് സംഭവിക്കുന്ന? റെസിസ്റ്റൻസ് എത്രയാവുമെന്നാണ് ചോദ്യം. അപ്പോൾ ഇതാണ് നമുക്ക് റെസിസ്റ്റൻസിൻ്റെ ജനറൽ ഇക്വേഷൻ. അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് R പ്രൊപ്പോർഷണൽ ടു L/A ആണ്. വോളിയം കോൺസ്റ്റൻ്റ് ആയിട്ട് നോക്കിയാൽ A/L കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ A പ്രൊപ്പോർഷണൽ ടു 1/L. അപ്പോൾ പ്രൊപ്പോർഷണാലിറ്റി എടുക്കുമ്പം A 1/Lന് പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ റെസിസ്റ്റൻസ് പ്രൊപ്പോർഷണൽ ടു L² വരും. അപ്പോൾ റെസിസ്റ്റൻസ് ലെങ്ത്തിൻ്റെ സ്ക്വയറിന് പ്രൊപ്പോർഷനാണ്. അപ്പോൾ റെസിസ്റ്റൻസ് എത്രയായി? ഇൻക്രീസസ് ബൈ 100%. ഇൻക്രീസസ് ബൈ 100% എന്ന് പറയുമ്പം പുതിയ ലെങ്ത് 2L ആണല്ലോ. അപ്പോൾ R' പ്രൊപ്പോർഷണൽ ടു L² വരും. അപ്പോൾ R' പ്രൊപ്പോർഷണൽ ടു 4L². അപ്പോൾ R' ഈസ് ഈക്വൽ എത്ര വരും? 4 വരും. അപ്പോൾ R' ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു R എന്ന് വരും. ശരിയല്ലേ? അപ്പോൾ നോക്കിയാൽ R' ഈസ് ഈക്വൽ ടു 4R ആണ്. ഇതാണ് പുതിയ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ വരുന്നത്. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? പെർസെൻറ്റേജ് ഓഫ് ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ ഡെൽറ്റ R/R ഇൻറ്റു 100 എടുക്കണം. അപ്പോൾ ഡെൽറ്റ R എടുക്കുമ്പോൾ നോക്കിയേ, പുതിയ റെസിസ്റ്റൻസ് 4R, ആദ്യത്തെ R. അപ്പോൾ ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് 4R മൈനസ് R ബൈ R ഇൻറ്റു 100 വരും. ദാറ്റ്സ് 3 ഇൻറ്റു 100, 300 വരും. അപ്പോൾ ലെങ്ത്തിൻ്റെ
വാല്യൂ 100% കൂടിയാൽ റെസിസ്റ്റൻസ് എത്ര കൂടും? 300% കൂടും. അപ്പോൾ ആൻസർ ഓപ്ഷൻ 3 ആണ് വരുന്നത്, 300%. മനസ്സിലായല്ലോ? അപ്പോൾ അടുത്തത് 38ാമത്തെ ചോദ്യം. ഇൻ എ മീറ്റർ ബ്രിഡ്ജ് എക്സ്പെരിമെന്റ് നൾ പോയിന്റ് ഈസ് ഒബ്റ്റൈൻഡ് അറ്റ് 20 cm ഫ്രം വൺ എൻഡ് ഓഫ് ദി വയർ when the resistance X is balanced against another resistance Y. അപ്പം ബാലൻസിങ് കണ്ടീഷൻ ഓർക്കുന്നുണ്ടല്ലോ. റേഷ്യോ ഓഫ് ദി റെസിസ്റ്റൻസസ് എക്സ് ബൈ വൈ ഈസ് ഈക്വൽ ടു റെസ്പെക്റ്റീവ് ബാലൻസ് ലെങ്ത്തുകളാണ്. എക്സിൻ്റെ സൈഡിലുള്ള ബാലൻസ് ലെങ്ത് നമുക്ക് 20 എന്നറിയാം. അപ്പോൾ 20/80 വരും. ശരിയല്ല? എക്സ് ബൈ വൈ ഈസ് ഈക്വൽ ടു ബാലൻസ് ലെങ്തിൻ്റെ റേഷ്യോ എടുക്കുമ്പോൾ മീറ്റർ ബ്രിഡ്ജ് വയറിൻ്റെ ടോട്ടൽ ലെങ്ത് തന്നില്ലെങ്കിൽ നമ്മൾ 1 മീറ്റർ 100 cm എടുക്കണം. അപ്പോൾ ഒരു സൈഡിൽ നിന്ന് ബാലൻസ് ലെങ്ത് 20 ആണെങ്കിൽ അടുത്ത സൈഡിൽ നിന്ന് 100 - 20 80 വരും. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/4 വരും. സോ വൈ ഈസ് ഈക്വൽ ടു 4x വരും. ഇതാണ് ഫസ്റ്റ് സിറ്റുവേഷൻ. രണ്ടാമത് എന്ത് ചെയ്തു? ദർ വിൽ ബി ന്യൂ പൊസിഷൻ ഓഫ് ദി നൾ പോയിന്റ് ഈ വൺ ഡിസൈഡ്സ് ടു ബാലൻസ് റെസിസ്റ്റൻസ് 4s അഗൈൻസ്റ്റ് y. അപ്പോൾ നമുക്ക് എക്സിന് പകരം ഇപ്പോൾ എത്രയായി? 4x ആയി. വൈക്ക് മാറ്റമൊന്നുമില്ല. അപ്പോൾ 4x ഡിവൈഡഡ് ബൈ y ഈസ് ഈക്വൽ ടു ബാലൻസ് ലെങ്ത് L ഡിവൈഡഡ് ബൈ 100 - L വരും. ശരിയല്ലേ? ഇപ്പോൾ ബാലൻസ് ലെങ്ത് L ആണ് ഒരു സൈഡിലെങ്കിൽ അടുത്ത സൈഡിൽ 100 - L വരും. അപ്പോൾ എനിക്ക് y ഈസിക്കൽ എത്രയാണ്? 4x ആണ്. y ഈസിക്കൽ 4x ആകുമ്പോൾ 4x/4x 1 വരും. അപ്പോൾ 100 - L ഈസ് ഈക്വൽ ടു L ഓർ 100 ഈസ് ഈക്വൽ ടു 12 ഓർ L ഈസ് ഈക്വൽ ടു 50 cm വരും. അപ്പോൾ ആൻസർ ഓപ്ഷൻ 1 ആണ് വരുന്നത്. മനസ്സിലായല്ലോ? ഇപ്പോൾ 39th ക്വസ്റ്റ്യൻ ആണ്. 2 wires of same dimensions but resistivities ρ1 and ρ2 are connected in series. The equivalent resistivity of the combination is. മനസ്സിലായല്ലോ? 2 റെസിസ്റ്റൻസുകൾ നമ്മൾ സീരീസിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സീരീസിൽ കണക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്കൊരു എൻഡ് ടു എൻഡ് കണക്ഷനാണ്. അപ്പോൾ രണ്ട് പറഞ്ഞാൽ ലെങ്ത്ത് സെയിം ആണ്, റെസിസ്റ്റിവിറ്റീസ് ρ1 ρ2 ആണ്, ക്രോസ് സെക്ഷണൽ ഏരിയ സെയിം ആണ്. അപ്പോൾ നമുക്കറിയാം എഫക്റ്റീവ് റെസിസ്റ്റിവിറ്റി കാണുക എന്ന് പറഞ്ഞാൽ ഈ 2 കണ്ടക്ടറുകളുടെയും കൂടെ സെയിം ഡയമെൻഷൻസ് ഉള്ള ഒരു കണ്ടക്ടർ എടുക്കണം. അതായത് ടോട്ടൽ ലെങ്ത് 2L ക്രോസ് സെക്ഷണൽ ഏരിയ എയും ഉള്ള ഒരു കണ്ടക്ടർ എടുക്കണം. ഈ ρ1 ρ2 മാറ്റിയുടെ സെയിം റെസിസ്റ്റൻസ് പ്രൊഡ്യൂസ് ചെയ്യാൻ ഒരു റെസിസ്റ്റിവിറ്റി ഉള്ള മെറ്റീരിയൽ യൂസ് ചെയ്താൽ ആ കണ്ടുപിടിക്കാനാണ് ചോദ്യം. അപ്പോൾ നമുക്ക് എഫക്റ്റീവ് റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. R ഈസ് ഈക്വൽ ടു R1 + R2. R1ൻ്റെ ഇക്വേഷൻ എന്തുവാ? ρL/A അല്ലേ? അപ്പോൾ ρ1 L/A ആണ് R1, R2 ρ2 L/A ആണ്. അപ്പോൾ ρL/A ആണ് റെസിസ്റ്റൻസ്. ആ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ആറിന് പകരം എന്ത് കൊടുക്കാം? റോ ഇൻറ്റു എഫക്റ്റീവ് ലെങ്ത് എടുക്കണം. എഫക്റ്റീവ് റെസിസ്റ്റിവിറ്റി ഇൻറ്റു ടോട്ടൽ ലെങ്ത് 2L/ഏരിയ എ മാറ്റമില്ല. അപ്പോൾ L/A ക്യാൻസൽ ആയി പോവും. സോ റോ ഈസ് ഈക്വൽ ടു ρ1 + ρ2 ഡിവൈഡഡ് ബൈ 2 കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ. അപ്പോൾ ആൻസർ ഓപ്ഷൻ 2 വരും, ρ1 + ρ2/2. അപ്പോൾ അടുത്ത 40ാമത്തെ ചോദ്യം. പിന്നെ മാഗ്നറ്റിക് കോമ്പാസ് നീഡിൽസ് ടേക്കൺ നിയർ ടു എ സ്ട്രെയിറ്റ് വയർ ക്യാരിങ് കറണ്ട് ദെൻ ദി സ്ട്രെയിറ്റ് വയർ മേ കോസ് എ ഡിഫ്ലക്ഷൻ ദി കോമ്പാസ് നീഡിൽ. നമുക്കറിയാം അത് ശരിയാണ്. കാരണം എന്തുവാ? ഈ സ്ട്രെയിറ്റ് കണ്ടക്ടിങ് വയർ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. അവൾ എർത്തിൻ്റെ ഫീൽഡിൻ്റെ ഡയറക്ഷനിൽ നിൽക്കുന്ന നീഡിൽ ഈ കണ്ടക്ടറിൻ്റെ മാഗ്നറ്റിക് ഫീൽഡും കൂടെ വരുന്നത് കൊണ്ട് റിസൾട്ടിൻ്റെ ഫീൽഡിൻ്റെ ഡയറക്ഷനിലേക്ക് ഡിഫ്ലക്ഷൻ നടക്കാം. അപ്പോൾ ആൻസർ ഓപ്ഷൻ 1 ശരിയാണ്. അപ്പോൾ അടുത്തത് ഈ അലൈൻമെൻറ്റ് ഓഫ് ദി നീഡിൽ ഈസ് ടാൻജൻറ്റ് ടു ആൻ ഇമാജിനറി സർക്കിൾ വിത്ത് സ്ട്രെയിറ്റ് വയർ ആസ് ഇറ്റ് സെൻറ്റർ ആൻഡ് ഹാസ് എ പ്ലെയിൻ പാരലൽ ടു ദി വയർ. നമുക്കറിയാം ഒരു ഇൻഫിനിറ്റ്ലി ലോങ് സ്ട്രെയിറ്റ് കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ എടുത്താൽ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ്റെ പ്രത്യേകത, ആ മാഗ്നറ്റിക് ഫീൽഡ് അതിൻ്റെ ലെങ്ത്തിന് പെർപെൻഡിക്കുലർ. ഇപ്പോൾ ഒരു കറണ്ട് I ഫ്ലോ ചെയ്യുന്നു. അപ്പോൾ ആ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിൻ്റെ പ്ലെയിനിന് പെർപെൻഡിക്കുലറിൻ്റെ സർക്കുലർ ഷേപ്പിലാണ് മാഗ്നറ്റിക് ഫീൽഡ്. കറണ്ട് മുകളിലോട്ടാണെങ്കിൽ അറൗണ്ട് ദി കണ്ടക്ടർ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെ വരും. റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ യൂസ് ചെയ്താൽ മതി. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഈസ് പെർപെൻഡിക്കുലർ ടു ഇറ്റ്സ് ലെങ്ത് ആണ്. അപ്പോൾ ഏതായാലും ഇവിടെ സർക്കുലർ ഷേപ്പിൽ മാഗ്നറ്റിക് ഫീൽഡ് പാരലൽ ടു ദി പ്ലെയിൻ ഓഫ് ദി വയറിൽ വരത്തില്ല, തെറ്റാണ് നമുക്കറിയാം. അപ്പോൾ ആൻസർ ഓപ്ഷൻ 2 ആണ്. അപ്പോൾ ഇതിൻ്റെ പ്ലെയിനിൻ്റെ പാരലൽ ആയിട്ടുള്ള ഡയറക്ഷനിലേക്ക് ഒരിക്കലും ഇത് വരാനുള്ള സാധ്യതയില്ല. അപ്പോൾ 1 കറക്റ്റും 2 തെറ്റുമാണ്. അപ്പോൾ 1:2, 2 ഫാൾസ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ 1 ആണ് നമുക്ക് കറക്റ്റായിട്ട് വരുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അടുത്ത 41st ക്വസ്റ്റ്യൻ. A proton is moving in a magnetic field. The acceleration of the particle കണ്ടുപിടിക്കണം. സ്പെസിഫിക് ചാർജ് ഓഫ് ദി പ്രോട്ടോൺ. സ്പെസിഫിക് ചാർജ് എന്ന് പറഞ്ഞാൽ ചാർജ് ടു മാസ് റേഷ്യോ കേട്ടോ. ഇപ്പോൾ ചാർജ് ടു മാസ് റേഷ്യോ Q/m ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ആക്സലേഷൻ കാണാൻ ഫോഴ്സ് കണ്ടുപിടിക്കണം. ഫോഴ്സ് ബൈ മാസ് എടുക്കണം. ഫോഴ്സ് കാണാൻ എന്ത് ചെയ്യണം? Q × V × B എടുക്കണം.
ക്യൂ നമുക്കറിയാം ചാർജ് ഓഫ് ദി പ്രോട്ടോൺ ഇക്ക് ഈക്വലാണ്. വി ക്രോസ് ബി എടുക്കുമ്പോൾ നമുക്ക് ഡിറ്റർമിനൻ്റ് എടുക്കാം IJK. ഇവിടെ വെലോസിറ്റിയുടെ കോമ്പണൻറ്റ് 3a 2a 0. മാഗ്നറ്റിക് ഫീൽഡ് 2J + 3K ആണ്. അപ്പോൾ ഐയുടെ വാല്യൂ 0 ആണ്. ഇവിടെ 2 3 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു I ഇൻറ്റു ക്രോസ് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ I ഇൻറ്റു ഇവിടെ 3 × 2 6 മൈനസ് 2 × 0 0 വരും. അപ്പോൾ 6 - 0 വരും. മൈനസ് J ഇൻറ്റു J പോയാൽ 3 × 3 9 - 0 വരും. അപ്പം 9 - 0 പ്ലസ് K ഇൻറ്റു K ടൈം പോയാൽ 3 × 2 6 - 0 6 വരും. ഇൻറ്റു ചാർജ് ഓഫ് ദി പ്രോട്ടോൺ ഇ വരും. ശരിയല്ലേ? അപ്പോൾ അതാണ് നമുക്ക് ഇക്വേഷനായിട്ട് വരുന്നത്. അപ്പോൾ ഇത് സോൾവ് ചെയ്താൽ 6I മൈനസ് 90 ഇല്ല, ഇപ്പം 9 ഉള്ളൂ. അപ്പം 9J പ്ലസ് 6K വരും. അപ്പോൾ നമുക്ക് ഒരു 3 കോമൺ ആയിട്ട് എടുത്താൽ 3E ഇൻറ്റു 3 പോയാലൂടെ 2I മൈനസ് 3J പ്ലസ് 2K വരും. ആക്സലേഷൻ കാണാൻ എന്ത് ചെയ്യണം? ഫോഴ്സ് ബൈ മാസ് എടുക്കണം, F/m. അപ്പോൾ ഇതിനെ മാസ് കൊണ്ട് ഡിവൈഡ്. അപ്പോൾ 3E/m ഇൻറ്റു ദിസ് വാല്യൂ വരും. അപ്പോൾ നമുക്ക് 2I മൈനസ് 3J പ്ലസ് 2K ഇവിടെ പറഞ്ഞല്ലോ. അപ്പോൾ ഇത് രണ്ടും തെറ്റാണ്. അപ്പോൾ ഇത് തെറ്റാണ്. അപ്പോൾ ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ 2 മാത്രമേ കറക്റ്റ് ഉള്ളൂ. നോക്കിയാൽ മതി. 2.8 × 10⁸ ഇൻറ്റു 2I മൈനസ് 3J പ്ലസ് 2K വരും. അപ്പോൾ അടുത്ത ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ട്രാൻസ്പോർട്ട്. ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന് നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട് മൊമെൻറ്റവും എനർജിയും ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അപ്പോൾ ആൻസർ ഓപ്ഷൻ 3. അത് ജനറൽ പ്രോപ്പർട്ടിയാണ്. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് കമ്മ്യൂണിക്കേഷനിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനർജി ട്രാൻസ്പോർട്ട് ഉണ്ട്. അപ്പോൾ ഏതെങ്കിലും സർവീസിലൊക്കെ ഇൻസിഡൻറ്റ് ചെയ്താൽ അവിടെ മൊമെൻറ്റം ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആൻസർ ഓപ്ഷൻ 3 ഡയറക്റ്റ് ക്വസ്റ്റ്യനാണ്. പക്ഷേ ചോക്കോയിൽ ഈസ് എ കോയിൽ ഹാവിങ്. ചോക്കോയിൽ എന്തുവാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഒരു ഡിവൈസിന് ഒരു വോൾട്ടേജ് റേറ്റഡ് വാല്യൂ തന്നാൽ ഡയറക്റ്റ് അതിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം വോൾട്ടേജ് റേറ്റഡ് വോൾട്ടേജ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. If the voltage across the device is greater than the rated voltage, it will damage. അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു സോഴ്സ് ഉണ്ട്. സോഴ്സ് വോൾട്ടേജ് ഈസ് ഗ്രേറ്റർ ദാൻ ദ റേറ്റഡ് വോൾട്ടേജ് ആണ്. സോ ദാറ്റ് വോൾട്ടേജ് സോഴ്സ് കനോട്ട് ബി ഡയറക്ട്ലി കണക്റ്റഡ് ടു ദിസ് ഡിവൈസ് അലോൺ. Therefore, a series inductor is connected to the device to reduce the current through the circuit to the rated value or to reduce the potential difference across the resistance or device to the rated value. അപ്പോൾ നമ്മൾ എന്ത് ചോദിച്ചാൽ ഒരു ഡിവൈസ് നമുക്കുണ്ട്. ആ ഡിവൈസിന് ഒരു റെസിസ്റ്റൻസ് R ഉണ്ട്. അപ്പോൾ അതിന് സീരീസിൽ ഒരു ഇൻഡക്ടർ നമ്മൾ കണക്ട് ചെയ്യും. ആ ഇൻഡക്ടറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താ? ചോക്കോയിൽ. അപ്പോൾ ചോക്കോയിലിൻ്റെ പ്രത്യേകത, ഐഡിയൽ കേസ് ആണെങ്കിൽ, ഐഡിയൽ ഇൻഡക്ടർ ആണെങ്കിൽ എനർജി ലോസ് 0 ആണ്. ആവറേജ് പവർ കൺസ്യൂംഡ് 0 ആണ്. അപ്പോൾ എനർജി ലോസ് ഇല്ലാതെ ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് നമുക്കിവിടെ അഡ്വാൻറ്റേജ്. എനർജി ലോസ് ഇല്ലാതെ ഈ ഡിവൈസിനെ വർക്ക് ചെയ്യിക്കണം. അതാണ് നമുക്ക് അഡ്വാൻറ്റേജ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ചോക്കോയിലിൻ്റെ പ്രത്യേകത, അതൊരു ഐഡിയൽ ഇൻഡക്ടർ ആയിരിക്കണം നമുക്ക് ഏറ്റവും നല്ല സിറ്റുവേഷനിൽ. പക്ഷേ ഐഡിയൽ ഇൻഡക്ടർ പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അപ്പോൾ അതിൻ്റെ റെസിസ്റ്റൻസ് വളരെ വളരെ കുറവായിരിക്കണം, ഇൻഡക്റ്റൻസ് കൂടുതലായിരിക്കണം. ഇപ്പോൾ ലോ ഇൻഡക്റ്റൻസ് ആൻഡ് ഹൈ റെസിസ്റ്റൻസ് സെറ്റ്. ഹൈ റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ എനർജി ലോസ് കൂടുതലാണ്. ഹൈ ഇൻഡക്റ്റൻസ് ആൻഡ് ഹൈ റെസിസ്റ്റൻസ് സെറ്റാണ്. ലോ ഇൻഡക്റ്റൻസ് ആൻഡ് ലോ റെസിസ്റ്റൻസ് തെറ്റാണ്. ഹൈ ഇൻഡക്റ്റൻസ് ആൻഡ് ലോ റെസിസ്റ്റൻസ് ആണ് നമുക്ക് എടുക്കാൻ പറ്റുന്ന. അപ്പോൾ ആൻസർ ഓപ്ഷൻ 4 വരും. മനസ്സിലായല്ലോ? അപ്പോൾ അടുത്തത് 44ാമത്തെ ചോദ്യം. ഇൻ ആൻ AC സർക്യൂട്ട് റെസിസ്റ്റൻസ് ഓഫ് R ohm ഈസ് കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് ആൻ ഇൻഡക്ടർ L. അപ്പോൾ സീരീസ് LR സർക്യൂട്ടാണ് നമുക്ക് തന്നിരിക്കുന്നത്. കണ്ടീഷൻ ദ ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ വോൾട്ടേജ് ആൻഡ് കറണ്ട് 45 degree, then value of inductance L will be. നമുക്കറിയാം LR സർക്യൂട്ട് ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ കറണ്ട് ആൻഡ് വോൾട്ടേജ് 5 ആണെങ്കിൽ tan phi is equal to XL/R ആണ്. അവിടെ ഫൈയുടെ വാല്യൂ എത്രയാണ്? 45 ആണ്. tan 45 is equal to XL/R. tan 45 1 ആണല്ലോ. അപ്പോൾ XL/R is equal to 1 ആണ്. ഓർ XL is equal to R. XL L omega ആണ്. ഇക്വേഷൻ L omega is equal to R ആണ്. അപ്പോൾ L is equal to R/omega വരും. അപ്പോൾ R/omega ആണ് നമ്മുടെ ആൻസർ. അപ്പോൾ ആൻസർ ഓപ്ഷൻ 3 വരും. അത് 45th ക്വസ്റ്റ്യൻ. ദി വേരിയിങ് കറണ്ട് ഇൻ എ കോയിൽ ചേഞ്ചസ് ഫ്രം 10 ആംപിയർ ടു 0.5 സെക്കൻഡ്. ദി ആവറേജ് ഇൻഡ്യൂസ്ഡ് EMF ഇൻ ദി കോയിൽ ഈസ് 220 volt. Then the self inductance of the coil will be. അപ്പോൾ നമുക്കറിയാം ആവറേജ് ഇൻഡ്യൂസ്ഡ് EMF കാണാനുള്ള ഇക്വേഷൻ എന്തുവായിരുന്നു? ഈ ആവറേജ് സെൽ ഇൻറ്റു ഡെൽറ്റ I ബൈ ഡെൽറ്റ ടി. അപ്പോൾ അതാണ് ഇക്വേഷൻ.
ആവറേജ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് നമുക്ക് മനസ്സിലായി 220 വോൾട്ട്. അപ്പോൾ 220 ഈസ് ഈക്വൽ ടു എൽ അറിയത്തില്ല, ഡെൽറ്റ ഐ ചേഞ്ച് ഇൻ കറണ്ട് ആണ്. അപ്പോൾ ചേഞ്ച് ഇൻ കറണ്ട് നമുക്കറിയാം 10 ആംപിയർ 0യിലേക്ക് മാറി. അപ്പോൾ 0 - 10 ആണ് കറണ്ടിൻ്റെ ചേഞ്ച്. നമുക്ക് സൈനൊക്കെ ആണെങ്കിൽ ഒരു -L × di/dt വരും. അപ്പോൾ ഡെൽറ്റ ഐക്ക് പകരം നമുക്ക് 0 - 10 ആണ്. ടൈം അതിനെടുക്കുന്ന 0.5. ശരിയല്ലേ? അപ്പോൾ മൈനസ് ക്യാൻസൽ ആയി പോക്കോളും, അല്ലെങ്കിൽ തന്നെ അവിടെ മൈനസ് എടുക്കേണ്ട ആവശ്യമില്ല. മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഈസ് ഈക്വൽ ടു L × ഡെൽറ്റ I/ഡെൽറ്റ മാഗ്നിറ്റ്യൂഡ് നടത്തങ്ങ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ 10 പോയിട്ട് 20 വരും. 22 × 0.5 11 വരും. അപ്പോൾ L ഈസ് ഈക്വൽ ടു 11 ഹെൻറി വരും. അപ്പോൾ ആൻസർ ഓപ്ഷൻ 4. അപ്പോൾ അത് 46ാമത്തെ ചോദ്യം. വിച്ച് ഓഫ് ദി ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഈസ് നോട്ട് ട്രൂ അബൌട്ട് ദി ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ്? നോട്ട് ട്രൂ, തെറ്റാണ് ചോദ്യം. സ്റ്റാർട്ട്സ് ഫ്രം പോസിറ്റീവ് ചാർജ് ആൻഡ് എൻഡ്സ് അറ്റ് നെഗറ്റീവ് ചാർജ്, അത് ശരിയാണ്, നമുക്കറിയാം. അപ്പോൾ അതാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡിൻ്റെ പ്രത്യേകത. 2 ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ലൈൻസ് നെവർ ക്രോസ് ഈച്ച് അതർ, ശരിയാണ്. കാരണം 2 ഫീൽഡ് ലൈൻസ് ഇന്റർസെക്റ്റ് ചെയ്താലുള്ള പ്രശ്നം നമുക്കറിയാം. ദി ടാൻജന്റ് അറ്റ് എനി പോയിന്റ് ഓൺ ദി ഫീൽഡ് ലൈൻ ഗീവ്സ് ദി ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ ഈ 2 ഫീൽഡ് ലൈൻസിൻ്റെ ടാൻജന്റ് വെച്ചാൽ ഒരു പോയിന്റിൽ 2 ഫീൽഡിൻ്റെ ഡയറക്ഷൻസ് വരും. അപ്പോൾ നമുക്കറിയാം ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് വെക്ടറാണ്. വെക്ടറിന് ഒരു പോയിന്റിൽ ഒരു ഡയറക്ഷനേ ഉള്ളൂ. അപ്പോൾ ഇന്റർസെക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ 2 ഫീൽഡ് ലൈൻസ് വിൽ നെവർ ക്രോസ് ഈച്ച് അതർ, ശരിയാണ്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ലൈൻസ് ഡു നോട്ട് ഫോം എനി ക്ലോസ്ഡ് ലൂപ്പ്, അത് ശരിയാണ്. കൺസർവേറ്റീവ് ഫീൽഡാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ്. കൺസർവേറ്റീവ് ഫീൽഡ് ഒരിക്കലും ക്ലോസ്ഡ് ലൂപ്പ് ഫോം ചെയ്തില്ല, അപ്പോൾ അത് ശരിയാണ്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ലൈൻസ് കനോട്ട് ബി ടേക്കൺ ആസ് കണ്ടിന്യൂസ് കർവ്സ്, അപ്പോൾ അത് തെറ്റാണ്. നമുക്കറിയാം കണ്ടിന്യൂസ് കർവാണ് ഫ്രം വൺ ചാർജ് ടു അനദർ, പക്ഷെ അത് ക്ലോസ്ഡ് ലൂപ്പ് ഫോം ചെയ്യത്തില്ല, അപ്പോൾ അത് ശരിയാണ്. മനസ്സിലായല്ലോ? അപ്പോൾ അടുത്ത 47ാമത്തെ ചോദ്യം. വെൻ എ വേവ് എൻറ്റേഴ്സ് എ മീഡിയം വാട്ട് ഡസ് നോട്ട് ചേഞ്ച്? നമുക്കറിയാം ഒരു വേവ് ഒരു മീഡിയത്തിൽ നിന്ന് അടുത്ത മീഡിയത്തിലേക്ക് പോകുമ്പോൾ ഫ്രീക്വൻസി മാറത്തില്ല, സ്പീഡും വേവ് ലെങ്തും ഒക്കെ മാറും. അപ്പോൾ നമുക്ക് ചേഞ്ച് ചെയ്യാതിരിക്കുന്നത് എപ്പോഴാണ്? ഏതാണ് നമുക്ക് പറയാൻ പറ്റുന്നത്? ഏതാ വരുന്നത്? ഫ്രീക്വൻസിയാണ്. അപ്പോൾ ഡസ് നോട്ട് ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ചേഞ്ച് ചെയ്യാൻ സാധ്യതയില്ലാത്തത് ഫ്രീക്വൻസിയാണ്. വേവ് ലെങ്തും വെലോസിറ്റിയൊക്കെ മാറും നമുക്കറിയാം. ആംപ്ലിറ്റ്യൂഡും ജനറലി ചേഞ്ച് ചെയ്യും. അപ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നത് ഏതാണ്? ഓപ്ഷൻ 1 ആണ്. അപ്പോൾ അത് റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് എ കോൺവെക്സ് ലെൻസ് ഈസ് 40 സെൻറ്റിമീറ്റർ. ഫോർ ഈച്ച് സർഫസ് ഇറ്റ്സ് റിഫ്രാക്റ്റൻസ് ഈസ് 1.5. ദി ഫോക്കൽ ലെങ്ത് വിൽ ബി. അപ്പോൾ നമുക്ക് ഫോക്കൽ ലെങ്ത് ഓഫ് കോൺവെക്സ് ലെൻസ് കണ്ടുപിടിക്കണം. ഇക്വി കോൺവെക്സ് ലെൻസ് ആണ്, കാരണം 2 സർഫസുകളുടെയും റേഡിയസ് ഓഫ് കർവേച്ചർ സെയിം ആണ്. അപ്പോൾ ഫോക്കൽ ലെങ്തിൻ്റെ ഇക്വേഷൻ F=r/2 n-1 ആണ്. ആറിൻ്റെ വാല്യൂ നമുക്ക് എത്രയാണ്? 40 സെൻറ്റിമീറ്റർ ആണ്. ബൈ 2 × 1.5 - 1.5 വരും. അപ്പോൾ 2 × 0.5 1 ആണല്ലോ. അപ്പോൾ F=40 സെൻറ്റിമീറ്റർ തന്നെ വരും. അപ്പോൾ ആൻസർ ഓപ്ഷൻ 1 ആണ് വരുന്നത്. അപ്പോൾ അടുത്ത 49ാമത്തെ ചോദ്യം. സ്റ്റേറ്റ്മെൻറ്റ് 1. ഫോർ ബെസ്റ്റ് കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ മാക്സിമം ആൻഡ് മിനിമ ഇൻ ദി ഇൻറർഫറൻസ് പാറ്റേൺ ഓഫ് യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ്, ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് എമർജിങ് ഔട്ട് ഓഫ് ദി 2 സ്ലിറ്റ്സ് ഷുഡ് ബി ഈക്വൽ. നമുക്കറിയാം അത് ശരിയാണ്. ഈ ഇൻറർഫറൻസ് പാറ്റേൺ നമുക്ക് ബെസ്റ്റായിട്ട് കാണണമെങ്കിൽ തീർച്ചയായിട്ടും ഡാർക്ക് ബാൻഡിന് കംപ്ലീറ്റ്ലി ഡാർക്കും ബ്രൈറ്റ് ബാൻഡിൻ്റെ ഇൻറ്റൻസിറ്റി മാക്സിമം വരുന്നതാണ്. അപ്പോൾ ഇവിടെ 2 പേരുടെയും ഇൻറ്റൻസിറ്റി സെയിം ആണെങ്കിൽ ഡാർക്ക് ബാൻഡിൽ പെർഫെക്റ്റ് ഡാർക്ക്നെസ് വരും, ബ്രൈറ്റിലൊരു മാക്സിമം ഇൻറ്റൻസിറ്റി കിട്ടും. ആ 2 സ്ലിറ്റിൽ നിന്ന് വരുന്ന ഇൻറ്റൻസിറ്റീസ് ഡിഫറെൻ്റ് ആണെങ്കിൽ പ്രശ്നം എന്തുവാ? ഡാർക്ക് ബാൻഡ് കംപ്ലീറ്റ്ലി ഡാർക്ക് ആവത്തില്ല, അവിടെ ചെറിയൊരു ഇൻറ്റൻസിറ്റി ഉണ്ടാവാം. അപ്പോൾ ബ്രൈറ്റ് ബാൻഡും ഡാർക്ക് ബാൻഡും തമ്മിലുള്ള ഇൻറ്റൻസിറ്റി ചേഞ്ച് നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, ബുദ്ധിമുട്ടാണ്. അപ്പോൾ 2 പേരുടെ ഇൻറ്റൻസിറ്റി സെയിം ആകുമ്പോഴാണ് കംപ്ലീറ്റ് ഡാർക്ക്നെസ് ഉണ്ടായിട്ട് ബ്രൈറ്റും ഡാർക്കും നമുക്ക് ക്ലിയർ ആയിട്ട് സെപ്പറേറ്റ് ചെയ്ത് കാണാൻ പറ്റുന്നത്. അപ്പോൾ അത് ശരിയാണ്. സ്റ്റേറ്റ്മെൻറ്റ് 2. ഇൻറ്റൻസിറ്റി ഓഫ് ഇൻറർഫറൻസ് പാറ്റേൺ ഈസ് പ്രപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദി റിസൾട്ടൻ്റ് ആംപ്ലിറ്റ്യൂഡ്, അത് ശരിയാണ്. ഓരോ പോയിന്റിലെ റിസൾട്ടൻ്റ് ആംപ്ലിറ്റ്യൂഡിന് പ്രപ്പോർഷണലാണ് ഇൻറ്റൻസിറ്റി ഓഫ് ഇൻറർഫറൻസ് പാറ്റേൺ, അപ്പോൾ അത് ശരിയാണ്. അപ്പോൾ 2 സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് 2 ആർ കറക്റ്റ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ 2 ആയിരുന്നു. സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് ട്രൂ, സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് ഓൾസോ ട്രൂ. അപ്പോൾ ഇൻറ്റൻസിറ്റി ഓഫ് ഇൻറർഫറൻസ് പാറ്റേൺ ഈസ് പ്രപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദി റിസൾട്ടൻ്റ് ആംപ്ലിറ്റ്യൂഡ് എന്നാണ്. അപ്പോൾ നമുക്കറിയാം ഓരോ പോയിന്റിലും റിസൾട്ടൻ്റ് ആംപ്ലിറ്റ്യൂഡ് വ്യത്യാസം വരും, അതിനനുസരിച്ച് ഓരോ പോയിന്റിലും ഇൻറ്റൻസിറ്റി വ്യത്യാസം വരും നമുക്കറിയാം. അപ്പോൾ അത് കറക്റ്റാണ്. അപ്പോൾ നെക്സ്റ്റ് 50ാമത്തെ ചോദ്യം. ദ റേഷ്യോ ഓഫ് ദി മാക്സിമം ആൻഡ് മിനിമം ഇൻറ്റൻസിറ്റീസ് ഓഫ് ഇൻറർഫറൻസ് പാറ്റേൺ ഈസ് 36:1. ദെൻ ദ റേഷ്യോ ഓഫ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദി 2 ഇൻ്റർഫിയറിംഗ് വേവ്സ്. അപ്പോൾ നമുക്കറിയാം I maximum by I minimത്തിൻ്റെ റേഷ്യോ എടുത്താൽ I maximum by I minimum ഈസ് ഈക്വൽ ടു ആംപ്ലിറ്റ്യൂഡ്സ് A B ആണെങ്കിൽ A+B by A - B ഹോൾ സ്ക്വയർ വരും.
അപ്പോൾ അത് 36 എന്നാണ് ക്വസ്റ്റിനകത്ത് തന്നിരിക്കുന്നത്. അപ്പോൾ റൂട്ട് എടുത്താൽ a+b/a-b = 6 എന്ന് വരും. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് a/b ആണല്ലോ. a/b എടുക്കാൻ വേണ്ടിയിട്ട് ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. a+b = 6a - 6b. അപ്പോൾ ഇതിങ്ങോട്ട് വന്നാൽ 7b = 5a വരും. അപ്പോൾ b/a = 5/7, അല്ലെങ്കിൽ 5:7 റേഷ്യോ, അല്ലെങ്കിൽ 7:5 എന്ന് എടുക്കാം. നമുക്ക് അതിൽ തന്നിരിക്കുന്നത് 7:5 ആണ്. അപ്പോൾ റേഷ്യോ എടുക്കുമ്പോൾ ഇവിടെ a/b എടുത്താൽ മതി. അപ്പോൾ 7/5 വരും. അപ്പോൾ ആൻസർ ഓപ്ഷൻ 4 ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് തരും. നമ്മൾ ബേസിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത എക്സാമിനൊക്കെ കുറച്ചുകൂടെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് എല്ലാവർക്കും നല്ല റിസൾട്ട് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.